അപ്പോൾ ഞാൻ എൻ്റെ അടുത്തിരിക്കുന്ന കൂട്ടുകാരോട് പറയുന്നുണ്ട്, എനിക്ക് രോമാഞ്ചം വരുന്നുണ്ട്, നിനക്ക് വരുന്നുണ്ട്. അപ്പോൾ അവനിതൊന്നും വരുന്നില്ല, അവന് രോമാഞ്ചില്ല. അവൻ പറഞ്ഞു, എടാ തണുപ്പായിരിക്കും, AC യുടെ ആയിരിക്കും. പക്ഷെ എനിക്ക് ഫുൾ രോമാഞ്ചമാണ്. എടാ ആൻഡ്രോനെ എനിക്ക് കണ്ടിട്ട് തോന്നിയത് അപ്പോൾ ഷാരോന്റെ ഫസ്റ്റ് സിനിമയാണല്ലോ ഫ്രണ്ട്സ് ഫാമിലി സ്മോക്ക്, അതിനകത്ത് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വൈബാണ് എനിക്ക് അതിനകത്ത് ആൻഡ്രോ എന്നുള്ള ക്യാരക്ടർ കിട്ടണേ. അപ്പോൾ ഞാൻ ഇത് ചേട്ടന് ചോദിച്ചു, അപ്പോൾ ഷാൻ പറഞ്ഞു അത് വേണ്ട. ലാലേട്ടന്റെ കാർ ഇങ്ങനെ വന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ സ്റ്റോപ്പ് സൈനെ കൊണ്ടങ്ങനെ നിർത്തിയിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ട് വരുന്ന സവാരി ഗിരി എന്ന് പറയുന്ന ആ ഒരു ആക്ച്വലി ആ ക്യാരക്ടറുള്ള പോലെ തന്നെ ഞാൻ 12th കഴിഞ്ഞ് ഇവിടെ വന്നത്. അപ്പോൾ എനിക്കൊരു തന്തൈപ്പ് ഫീൽ ചെയ്തു. നിങ്ങളുടെയൊക്കെ പാഷൻ കാണുമ്പോഴാണ് എനിക്കൊരു കോൺഫിഡൻസ് ആയിരുന്നു. ഞാൻ പോയി വിളിച്ചു, ജോണെ പാഷൻ ഫിലിം ബൈ വിനീത് ശ്രീനിവാസൻ ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഉറപ്പിച്ചു എന്തായാലും ഞാൻ സിനിമ ചെയ്യും. ഞാൻ അപ്പോൾ അടുത്തിരിക്കും കൂട്ടുകാരോട് പറഞ്ഞു, അളിയാ ഞാൻ സിനിമ ചെയ്യും, എൻ്റെ സിനിമ ഈ തിയേറ്ററിൽ കളിക്കും. അതിന്റെ തെറ്റോ ശരിയോ എന്നല്ല, ചെയ്യുന്നൊരു സംഭവം അത് മിസ്റ്റർ രാജു സാർ നമുക്ക് അത് കോപ്പിറൈറ്റ് അടിക്കരുത്. നമ്മൾ ഷൂട്ടിന് വരുന്നതിനേക്കാളും വലുത് ഇന്ന് വെറൈറ്റി ആയിട്ട് എന്തായിരിക്കും ഫുഡ് എന്നുള്ള ചെറിയൊരു പൊസിഷൻ ഉണ്ട്. ഹായ് എവ്രിവൺ, സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു ടീമാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. ആൻഡ് വി ആർ എ ഫാമിലി ഹിയർ. കാനഡയിൽ ഷൂട്ട് ചെയ്ത് ഇവിടെ നമ്മൾ സിനിഫ്ലെക്സിൽ ഇന്നൊരു മൂവി നമ്മൾ പ്രീമിയർ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ വെബ് സീരീസ് ബട്ട് ഇറ്റ്സ് അവർ ഡ്രീം പ്രോജക്റ്റ് ആൻഡ് ദ ഡ്രീം ഇസ് വിത്ത് മീ. ഒരുപാട് പേർക്ക് പ്രീമിയറിൽ വരാൻ സാധിച്ചു, ഒരുപാട് പേരുടെ ഫീഡ്ബാക്സ് നമുക്ക് കിട്ടി. അതേ ചൂടോടെ ഞാൻ എല്ലാവരും കൊണ്ടുവന്നിരിക്കുകയാണ്. ജോൺ, എങ്ങനെയാണ് ഈ ശരത് എന്ന് പറഞ്ഞ ക്യാരക്ടർ ജോണിലേക്ക് എത്തുന്നത്? എന്നിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് തിങ് ഈ താടിയാണ്. അതായത് താടി ഞാൻ എന്താ പറയുക, ഒരു ചെറിയ സ്കിൻ അലർജി കാര്യമൊക്കെ താടി ഞാൻ കളഞ്ഞു. താടി കളഞ്ഞിട്ട് എന്താ പറയുക, മീശ മാത്രമുള്ളൊരു ലുക്കിലാണ്. അപ്പോൾ ഇത്തിരി ഒരു വണ്ണമുണ്ട്. മാജിക് മിസ് മീഡിയയുടെ ഒരു പരിപാടിക്ക് ഞാൻ വന്നു. അപ്പോൾ ആ പരിപാടിക്ക് വന്നു, ഞാൻ ചാൻസ് ചോദിച്ചു. സ്വാഭാവികമായും ആ ഒരു ക്യാരക്ടറിന് ആപ്റ്റാണെന്ന് നിങ്ങൾക്ക് തോന്നിയത് കൊണ്ടായിരിക്കണം അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ഓഡീഷൻ പ്രോസസ് ഒക്കെ? ഓഡീഷൻ പ്രോസസ് എന്ന് ഒരു മലമുകളിൽ ഒരു രാത്രി, അതെ രാത്രിയായ സമയത്താണ് ഓഡിഷൻ പ്രോസസ്സൊക്കെ. എനിക്കെന്താ പറയുക, ആ ക്യാരക്ടർ ഷാരോൺ എനിക്കൊരു 2-3 സീൻസാണ് അയച്ചു തന്നത് അല്ലേ. ഒരു 3 സീൻസ് അയച്ചു തന്നു. അത് ഞാൻ ഓക്കെ കൊള്ളാലോ പരിപാടി, ഒരു നോട്ടീസ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ എന്നുള്ള ഒരു പരിപാടി എനിക്ക് തോന്നിയപ്പോൾ ഓക്കെ, നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമല്ലോ, ചെയ്യുമ്പോൾ നോട്ടീസ് ചെയ്യുന്ന ഒരു പരിപാടി ചെയ്യണ്ടേ. അപ്പോൾ ആ ഒരു വൈബിലായിരുന്നു ഞാൻ. ഓക്കെ കൊള്ളാം, ട്രൈ ചെയ്യാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് വന്നത്. പിന്നെ മൊത്തത്തിൽ നെർവസ്നെസ് ഉണ്ടായിരുന്നു. എപ്പോഴും ഉണ്ടല്ലോ നെർവസ്നെസ്. സ്വാഭാവികമായിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അത് വളരെ വലിയൊരു ലേണിംഗ് പ്രോസസ്സായിരുന്നു. അപ്പോൾ നമുക്ക് എന്താ അറിയില്ലാത്തത്, നമുക്ക് ഓക്കെ നമ്മളിത് ചെയ്താൽ ശരിയാവുമോ, അങ്ങനെയൊക്കെയുള്ള നമുക്ക് കുറേ ഇൻഹിബിഷൻസ് ഉണ്ടാവുമല്ലോ, അതൊക്കെ മാറി വരുന്നു. കുറെയൊക്കെ ബ്രേക്ക് ചെയ്തു. അതെ നല്ലൊരു കാര്യം, എല്ലാവരും കൈയ്യടി കൊടുക്കും. അടിപൊളി. ലക്ഷ്മി, അന്ന എന്ന ക്യാരക്ടർ. ലക്ഷ്മി ഓൾറെഡി ഇവിടെ തകർക്കുകയാണ്. യു ആർ എ വെൽ നോൺ കോറിയോഗ്രാഫർ, ഇൻക്രെഡിബിൾ ഡാൻസർ. എങ്ങനെയാണ് ആക്ടിങ്ങിനോട് ഒരു ഇഷ്ടം? ലൈക്ക് ഹൗ ഡിഡ് യു എൻഡ് അപ്പ് ഇൻ ദിസ് വെബ് സീരീസ്? വെബ് സീരീസ് എന്ന് പറയാനാണെങ്കിൽ എന്നെ ഷാരൻ ബ്രോ ആണ് ആദ്യം മെസ്സേജ് അയക്കണം. ഞാൻ നാട്ടിൽ ഉള്ളപ്പോഴാണ് മെസ്സേജ് അയക്കണം. ഔട്ട് ഓഫ് നോവെയർ ഞാൻ ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്, നിന്നെ ഈ റോളിൽ കാണുന്നു എന്നുള്ള രീതിക്ക്. ഞാൻ അതിപ്പോൾ എന്നുള്ളൊരു സംഭവമായിരുന്നു എൻ്റെ അപ്രോച്ച്. പക്ഷെ ലാസ്റ്റ് കൂടി ഞാൻ അഭിനയിച്ചിട്ടുള്ളത് ഇവിടെ കാനഡയിൽ ആട്ടം ആർട്സ് കളക്റ്റീവിൻ്റെ ഭാഗമായിട്ട് ലാസ്റ്റ് ഇയർ റോൾ ചെയ്തു. ഐ തിങ്ക് അതിലാണ് ഷാരൻ ചേട്ടനും പിന്നെ നിങ്ങളൊക്കെ കാണുന്നത് ആദ്യമായിട്ട്. അഭിനയം എനിക്ക് ഇഷ്ടമാണ്, ട്രൈ ചെയ്തിട്ടില്ല. എൻ്റെ കൂടെയുള്ള കുറേ പേര്, ഇപ്പോൾ ലിയാൻഡർ സ്റ്റലോൺ, അവരൊക്കെ ചെയ്യും. അങ്ങനെ ഓക്കെ ട്രൈ ചെയ്യാം. ഇത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര റിലേറ്റബിൾ ക്യാരക്ടറായി തോന്നി. ലൈക്ക് അധികം നമ്മളെല്ലാവരും ഗോ ത്രൂ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. ഇവിടെ വന്ന് കുറേ ബോയ്സ് ഫ്രണ്ട്സ് ഉണ്ടാവും, ഗേൾസ് ഉണ്ടാവും, അങ്ങനെ. അപ്പോൾ ഇങ്ങനെ ഒരു കൂട്ടം ഞാൻ അറിയാത്ത കുറച്ച് ബ്രദേഴ്സിൻ്റെ കൂടെ നിന്ന് ജീവിക്കുന്നു എന്നുള്ളൊരു ക്യാരക്ടർ ഇറ്റ്സ് വെരി റിലേറ്റബിൾ. ഞാൻ അങ്ങനെ നിന്നിട്ടുള്ള ഒരാളും കൂടിയാണ്. അതുകൊണ്ട് ഓക്കെ ട്രൈ ചെയ്യാം. ഔട്ട് ഓഫ് കംഫർട്ട് സോൺ ആണ്, പക്ഷേ സ്റ്റിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ക്യാരക്ടറാന്ന് തോന്നി. അതുകൊണ്ട് ചെയ്തു. അത് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു ചെയ്തതിൽ. ബെസ്റ്റായി ചെയ്യാൻ നോക്കി, ഇപ്പൊ ചെയ്തോ അറിയില്ല, അങ്ങനെ. ഇതുവരെ കിട്ടിയ ഫീഡ്ബാക്സ് ഒക്കെ അടിപൊളിയാണ്. ലൈക്ക് തരൂ, കമന്റും ചെയ്യൂ. ലക്ഷ്മി ഫ്രം ഡി സ്ക്വാഡ്. സച്ചിത് സകലകല വല്ലഭൻ, യു ആർ എ ഡയറക്ടർ,
ഡയറക്ഷൻ ഉണ്ട്, മതി ഞാൻ തുടങ്ങാം. ഞാൻ വരാം ഈ ഊക്കൽ ഇൻകമിങ്. ഓക്കെ, അതെ, ഡയറക്ഷൻ ഉണ്ട്, എല്ലാം തികഞ്ഞ ഒരു സകലകലാ വല്ലഭനാണ്. അസോസിയേറ്റ് ഡയറക്ടർ ആയിട്ടാണ് നമ്മുടെ പ്രൊജക്ടിലോട്ട് വരുന്നത്. എപ്പോഴാണ് അത് ആൻഡ്രോ ആയത്? ഞാൻ പോലും അറിഞ്ഞില്ല. അതൊരു വലിയ കഥയാണ്, ഞാൻ ചെറുതാക്കി പറയാം. ഓക്കെ, അപ്പോ ആവർത്തനത്തിന്റെ ഷൂട്ട് കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് അത് റിലീസായി. അതിന്റെ അടുത്ത ആഴ്ച എനിക്ക് സ്ക്രിപ്റ്റ് അയച്ചു, ഷാരോൺ അയച്ചു. അപ്പോ ഗോവ ആവർത്തനം ഗൈസ്, ലിങ്ക് ബിലും. അപ്പോ ഷാരോൺ സ്ക്രിപ്റ്റ് അയച്ചു. അപ്പൊ ആദ്യം ഇങ്ങനെയൊന്നും അല്ല. ഇപ്പൊ നമ്മളിപ്പോ ഇപ്പൊ ഔട്ട് വന്ന പടം പോലെ അല്ല, ക്ലൈമാക്സ് ഒക്കെ മാറ്റൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ വായിച്ചിട്ട് ഞാൻ പറഞ്ഞു, അളിയത് നമുക്ക് വർക്ക് ചെയ്യാം, സീനൊന്നും ഇല്ല, നമുക്ക് എന്നെ ഡയറക്ഷൻ ടീമിൽ എടുക്കണം, എന്നെ എന്ത് സഹായോടെങ്കിലും വിളിക്കണം. കാരണം ആവർത്തനത്തിൽ ഷാരോൺ ഫുൾ ഓൺ ആയിരുന്നു. അപ്പൊ എനിക്ക് എങ്ങനെയല്ലോ ഷാരോന്റെ പടത്തിൽ നന്നായിട്ട് പോയി സഹായിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഷാരോൺ പറഞ്ഞു, ഓക്കെ നമുക്കെല്ലാം സെറ്റ് ചെയ്യാം. അങ്ങനെ പടം ഓണായി. അപ്പോഴും ഈ ആൻഡ്രോ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഞാൻ ചെയ്യുന്നോ, അത് വേറെ ആൾ തന്നെ കാസ്റ്റ് ചെയ്ത് മനസ്സിലുണ്ടായിരുന്നു ഞങ്ങൾ. അപ്പോൾ അങ്ങനെ ഇൻഡോർ ഷൂട്ടൊക്കെ കഴിഞ്ഞു. ആൻഡ്രോ എന്നുള്ള ക്യാരക്ടർ ഷൂട്ട് ചെയ്യുന്ന ഒരു ടൈം എത്തി. ഒരു ദിവസം ഞാൻ രാത്രി വർക്ക് കഴിഞ്ഞ് വരുവാണ്. വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഷാരോനെ വിളിച്ചു. ഷാരോണിന് മിസ് കോൾ ഉണ്ട്. അപ്പോൾ ഞാൻ തിരിച്ചു വിളിച്ചു. അപ്പോൾ ഷാരോൺ വിളിച്ചിട്ട് പറഞ്ഞു, എടാ അളിയ ആൻഡ്രോ ചെയ്യായിരുന്ന അവൻ ഭയങ്കര ബിസിയാണ്, നമ്മളെന്ത് ചെയ്യും? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കാണെങ്കിൽ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, എടാ ആൻഡ്രോനെ എനിക്ക് കണ്ടിട്ട് തോന്നിയത് അപ്പോൾ ഷാരോന്റെ ഫസ്റ്റ് സിനിമയാണല്ലോ ഫ്രണ്ട്സ് ഫാമിലി സ്മോക്ക്, അതിനകത്ത് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വൈബാണ് എനിക്ക് അതിനകത്ത് ആൻഡ്രോ എന്നുള്ള ക്യാരക്ടർ കിട്ടണേ. അപ്പൊ ഞാൻ ഇത് ചേട്ടന് ചോദിച്ചു. അപ്പൊ ഷാൻ പറഞ്ഞു, അത് വേണ്ട. നല്ല ഐഡിയ, അതെ നല്ല ഐഡിയ, അത് മതി, വെച്ചോ. അസോസിയേറ്റ് ചെയ്തു, അത് മതി, അത് വേണ്ട. അതിവിടെ പിന്നെ ഞങ്ങൾ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട്, എടാ ഷൂട്ടുണ്ട് എന്തായാലും, നീ ഒരു കാര്യം ചെയ്യും, താടിയൊക്കെ ഫുൾ ഷേവ് ചെയ്യും, കഴിഞ്ഞ പടത്തിൽ ഫുൾ താടി വെച്ചല്ലേ, അന്ന് ഷേവ് ചെയ്യും, ആൻഡ്രോ എന്തായാലും നീ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ചെയ്തു, ആ ഒരു വൈബ് പിടിച്ചു ചെയ്തു. അങ്ങനെയാണ് ആൻഡ്രോയിലേക്ക് എത്തിയത്. അടിപൊളി. പക്ഷെ ഭയങ്കര ആത്മാർത്ഥതയായിരുന്നു. മറ്റേ ഒരു സീനുണ്ട്, ഇങ്ങനെ ആൻഡ്രോ എന്ന് വിളിച്ചിട്ട് പുള്ളി ഓടി വരും. അപ്പൊ ആൻഡ്രോ ഓടി വരുമ്പോഴത്തേക്കും ആൻഡ്രോന്റെ കയ്യിൽ എണ്ണ ഉള്ളത് കൊണ്ട് പുള്ളി ഇങ്ങനെ ഫോണും കൊണ്ട് ഇങ്ങനെ പിടിക്കുന്ന സീനാണ്. അപ്പൊ അത് പുള്ളി ചെയ്തു പോയി. അത് കഴിഞ്ഞപ്പോ ഞാൻ ശ്രദ്ധിച്ചു, ശരിക്കും പുള്ളി എണ്ണയ്ക്കകത്ത് കൈയിട്ടിട്ടാ വന്നത്. ഡെഡിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെയുണ്ടോ? അതെ അതെ, അത് ഞാൻ ശരിയാ. Okay, coming to Kuryakos. Kuryakos ആണ് മെയിൻ. ബിപിൻ ജോയ്, the title character. ബിപിൻ ജോയ് full of joy. Yay. മൊത്തം കിളിപോയിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് ബിഗ് സ്ക്രീനിൽ എന്നെ കണ്ടത് അതിന്റെ ഒരു ഇതിൽ കരഞ്ഞു മെഴുകിയോ? അതെ, കരഞ്ഞില്ല, കരയുന്നതിന്റെ ഒരു വക്കിൽ വരെ എത്തി. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ഇമോഷൻ? ബിക്കോസ് സിനിമ ഇസ് യുവർ ബിഗ് ഡ്രീം സിൻസ് എ വെരി ലോങ് ടൈം, ലൈക് സിൻസ് യു വർ യങ്ങർ. അപ്പം ഞാൻ ചെറുപ്പം തൊട്ടേ എന്ന് വെച്ചാൽ ഒരു 7th തൊട്ടേ എനിക്ക് സിനിമാ ഭ്രാന്തുണ്ട്. സിനിമാ ഭ്രാന്ത് തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നൊരു സ്കൂൾ ടൈമിൽ ആനിവേഴ്സറി സ്കിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ തന്നെ ഇങ്ങനെ എല്ലാവരെയും കൂട്ടിയിട്ട് എനിക്ക് അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്കിറ്റ് ഉണ്ടാക്കി. മറ്റേ ഈ ബലിത ബന്ധുക്കളിൽ നിന്നൊക്കെ കോപ്പി അടിച്ച്, കോമഡി സ്റ്റാർസിൽ നിന്നൊക്കെ കോപ്പി അടിച്ചിട്ട് ഒരു സ്കിറ്റ് ചെയ്തു. അപ്പോൾ ആ സ്കിറ്റ് കളിക്കുന്നു, അത് വർക്കായിട്ട് ഭയങ്കരമായിട്ട് കയ്യടിയും ബഹളമൊക്കെ കഴിഞ്ഞിട്ട് ബിഗ് സ്ക്രീനിൽ എൻ്റെ ഫേസ് കാണുമെന്നല്ലായിരുന്നു, എൻ്റെ പേര് എഴുതി വരണം എന്നൊരു ഇമോഷനായിരുന്നു ആദ്യം. ഞാൻ 9th പഠിക്കുമ്പോൾ, അതിനു മുമ്പ് എനിക്ക് സിനിമാ ഭ്രാന്തുണ്ട്. പക്ഷേ ഞാൻ 9th പഠിക്കുമ്പോൾ ഞാൻ തട്ടത്തിമറയത്ത് സിനിമ തിയേറ്ററിൽ കാണാൻ പോകുമ്പോൾ എനിക്ക് ഓൾറെഡി എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ കഥകൾ ഇങ്ങനെ സാഗലേശാക്കി 2 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ നമ്മുടെ മെച്യൂരിറ്റി ലെവൽ വെച്ച് നമ്മൾ എഴുതില്ല, അത്ഭുതദ്വീപ് 2 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ റഫ് ബുക്കിൽ എഴുതും. അങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കേൾക്കാൻ ആഗ്രഹമുണ്ട്. അത്ഭുതദ്വീപ് 2 കാരണം അവരവിടുന്ന് മറ്റേ ഈ ബോട്ട് ഓടിച്ച് പോയി കഴിഞ്ഞാൽ എന്താവും നമുക്ക് അറിയത്തില്ലല്ലോ, അവരവിടെ തിരിച്ച് നാട്ടിലെത്തും എന്നുള്ളത്. അപ്പം ഞാനിതൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം അന്നോട്ടെ എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ സിനിമാ കഥയൊക്കെ എഴുതുന്ന ഒരാളെന്നുള്ള രീതിയിലാണ് ഞാൻ വെച്ചേക്കുന്നത് 8th പഠിക്കുമ്പോൾ. എന്നിട്ട് ഞാൻ 9th ക്ലാസ്സിലെത്തി. അപ്പം ഞാനിങ്ങനെ വിനീത് ഇവരൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്ന തട്ടത്തിമറയത്തെ സിനിമ ഞാൻ തിയേറ്ററിൽ കാണുമ്പം പടം ഫുൾ എനിക്ക് രോമാഞ്ചമാണ്. എൻ്റെ രോമം മൊത്തം എഴുന്നേറ്റിരിക്കും. അതിൽ ഓരോ ഡയലോഗുകൾ, അതായത് ആയിഷ ആ സാധനങ്ങൾ വരുന്നത്, മറ്റേ അവരും മറ്റേ സ്റ്റെപ്പിൽ താഴെ വീഴുന്നത് എല്ലാം കഴിഞ്ഞ് പടം ഇങ്ങനെ മൂവ് ചെയ്തു. അപ്പം ഞാൻ എൻ്റെ അടുത്തിരിക്കുന്ന കൂട്ടുകാരോട് പറയുന്നുണ്ട്, എടാ എനിക്ക് രോമാഞ്ചം വരുന്നുണ്ട്, നിനക്ക് വരുന്നുണ്ട്. അപ്പം അവനിതൊന്നും വരുന്നില്ല, അവന് രോമാഞ്ചില്ല. അവൻ പറഞ്ഞു, എടാ തണുപ്പായിരിക്കും, AC-യുടെ ആയിരിക്കും. പക്ഷെ എനിക്ക് ഫുൾ രോമാഞ്ചമാണ്. അവൻ ഭയങ്കര നോർമലായിട്ട് ഈ പടം കണ്ടോണ്ടിരിക്കുക. അപ്പം ഞാൻ ഈ അവസാനമായപ്പോഴത്തേക്കും പടച്ചോൻ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വിട്ടാലും പടച്ചോൻ വിടില്ല എന്ന് പറഞ്ഞിട്ട് ഫിലിം ബൈ വിനീത് ശ്രീനിവാസൻ ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഉറപ്പിച്ചു എന്തായാലും ഞാൻ സിനിമ ചെയ്യും. ഞാൻ അപ്പോൾ അടുത്തിരിക്കുന്ന കൂട്ടുകാരോട് പറഞ്ഞു, അളിയാ ഞാൻ സിനിമ ചെയ്യും, എൻ്റെ സിനിമ ഈ തിയേറ്ററിൽ കളിക്കും എന്ന് ഞാൻ പറഞ്ഞു. അതായിരുന്നു എൻ്റെ ഒരു മൊമെൻറ്റ്, മീൻസ് സിനിമ സീരിയസ് ആയിട്ട് എടുക്കണം എന്നുള്ളൊരു മൊമെൻറ്റ്.
അപ്പൊ ആ കൂട്ടുകാരൻ ഇപ്പോഴും എന്റെ കൂടെ ഉണ്ട്. അവനും ഈ പ്രിവ്യൂ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ജിതിൻ എന്ന് പറഞ്ഞിട്ടുള്ള എന്റെ കൂട്ടുകാര്. അവന്റെ കോസ്റ്റ്യൂംസ് ആണ് ഞാൻ ഷോർട്ട് ഫിലിമിൽ ഉപയോഗിച്ചത് മൊത്തം. അവന്റെ ഇഷ്യൂ ആണ് ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്നത്. ക്രെഡിറ്റ്സ് അത്രയ്ക്ക് ഫ്രണ്ട്സ് ആണ്. അങ്ങനെ അപ്പൊ അവിടാണ് എന്റെ മൊമെന്റ്, സീരിയസ് ആവുന്ന മൊമെന്റ് അതാണ്. അപ്പൊ അങ്ങനെ ഒരു ഇത് ഇപ്പൊ ഇങ്ങനെ ഒരു സ്ക്രീനിൽ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ബിബിൻ ജോയ് എന്ന് പറഞ്ഞ ക്യാരക്ടർ? അത് ആദ്യം കേട്ടപ്പം അത് തോന്നി? ഈ ഷോർട്ട് ഫിലിമിന്റെ കഥ കേൾക്കുന്നതിന് മുമ്പ് എനിക്ക് വീക്കെൻഡിൽ ജോലിയുണ്ട്. അപ്പോൾ എല്ലാ 7 ദിവസം ജോലി. അപ്പോൾ ഞാൻ ആലോചിക്കുന്നുണ്ട് 7 ദിവസം ജോലിയൊന്നും ശരിയാവത്തില്ല, നിർത്തണം എന്ന് വെച്ചിട്ട് ഞാൻ ഈ വീക്കെൻഡ് ജോലി നിർത്താം, അതായത് സാറ്റർഡേ സൺഡേ ജോലി നിർത്താമെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഓണറോടൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ദിവസമാണ്. അപ്പോൾ ഇനി എനിക്ക് വീക്കെൻഡ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഷാരോൺ എനിക്ക് മെസ്സേജ് അയക്കുന്നത്, ബ്രോ ഇങ്ങനെ ബ്രോ അഭിനയിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ്. അപ്പോൾ ഞാൻ വെച്ചോ പിന്നെ അതൊക്കെ പൊക്കി അടിക്കുന്നു, അവൻ കുറെ പൊക്കി അടിക്കായിരിക്കും എന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു 10-40-50 പേജുള്ള ഒരു സ്ക്രിപ്റ്റ്. 40 ആ വേർഷനാണ് ഞാൻ കേട്ടത്, 40 പേജിന്റെ. അപ്പൊ തന്നെ ഞാൻ കണക്ക് കൂട്ടി, ഒരു പേജ് 1 മിനിറ്റ് വെച്ച് 40 മിനിറ്റ്. 40 മിനിറ്റിന്റെ എങ്ങനെ ശരിയാവും? അപ്പൊ ഞാൻ ബ്രോ ഞാൻ വീട്ടിൽ ചെന്നിട്ട് കേൾക്കാമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ചിന്തിക്കുന്നുണ്ട്, ഇത് കുഴപ്പമില്ലെങ്കിൽ എനിക്ക് വീക്കെൻഡിൽ ഇത് അങ്ങ് പോവാം, ഈ പരിപാടി ഈ ഷോർട്ട് ഫിലിമിന് അങ്ങ് കൂടാമല്ലോ എന്ന് വിചാരിച്ചു. അതെ, വീക്കെൻഡിൽ ജീവിച്ചു പോവാം, ഇഷ്ടമുള്ള പരിപാടിയാവും. ഞാൻ വീട്ടിൽ ചെന്നു, രാത്രി ഇരുന്ന് ഈ സ്ക്രിപ്റ്റ് മൊത്തം വായിച്ചു കഴിഞ്ഞപ്പം ഒരു ഇമോഷൻ എനിക്ക് കിട്ടി. എനിക്ക് മെയിനായിട്ട് തോന്നിയത് സംഭവം റിലേറ്റബിൾ ആണ്, മീൻസ് ഞാനും ഇതിലൂടെ നടന്നു പോയിട്ടുള്ളതാണ്. പിന്നെ ഇതിലെ ഫസ്റ്റിലെ കുറേ കോമഡികളൊക്കെ എനിക്ക് ചിരി വന്നു വായിക്കുമ്പോൾ. സ്ക്രിപ്റ്റിൽ വായിക്കുമ്പോൾ പൊതുവെ അങ്ങനെ നമുക്ക് ചിരി വരത്തില്ലല്ലോ, പക്ഷെ എനിക്ക് ചിരി വന്നു. അവസാനമായപ്പോൾ ഒരു ഇമോഷൻ ഉണ്ട്, അമ്മ ഇമോഷൻ, ജോലി കിട്ടുമ്പോൾ ഇമോഷൻ, ഇതൊക്കെ എനിക്ക് കിട്ടി. അപ്പം ഞാൻ വെച്ച് ഇത് കൊള്ളാം. പിന്നെ എനിക്ക് മെയിനായിട്ട് എനിക്ക് കിട്ടിയത് കൊച്ചു ബ്രോ എന്ന് പറഞ്ഞൊരു വിളിയുണ്ട് ഇതിനകത്ത്, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ പറഞ്ഞു, ബ്രോ ഞാൻ ഇപ്പോൾ ഒന്നും പറയുന്നില്ല, ഞാൻ നാളെ പറയാം, ഒരു ദിവസം ഫുള്ളി കഥ എൻ്റെ മനസ്സിൽ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഒരു മൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ദിവസം നമ്മുടെ കൂടെ നിൽക്കും ആ കഥ, അല്ലെങ്കിൽ അടുത്ത ദിവസം നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ആ കഥ വീണ്ടും നമ്മൾ ആലോചിക്കും. അങ്ങനെയാണെങ്കിൽ അത് അടിപൊളി കഥയാണ്. അപ്പം ഇത് നിന്നു, ഇതിലെ കൊച്ചു ബ്രോ ഇങ്ങനെ സ്ട്രൈക്ക് ആയിക്കൊണ്ടിരുന്നു. അപ്പം ഞാൻ അടുത്ത ദിവസം പറഞ്ഞു, ഷാരോണെ സാധനം ഓക്കെയാണ്, നമുക്ക് ചെയ്യാം, വലിയ കോൺഫ്ലിക്റ്റ് ഒന്നുമില്ല, പക്ഷേ ഈ സാധനം വർക്ക് ആവാൻ ചാൻസ് ഉണ്ടെന്ന്. അങ്ങനെയാണ് ഞാൻ ഇന്നാവുന്നത്. ജിതിനായിരുന്നു ഏറ്റവും പ്രശ്നം, ലൈക്ക് അവൈലബിലിറ്റി ഏറ്റവും പ്രശ്നം ഉണ്ടായിരുന്ന ഒരാൾ എനിക്കൊന്ന് ജിതിനാണെന്ന് തോന്നുന്നു. പക്ഷേ ഫ്രം ദ ഡേ ഐ നോ യു, ലൈക്ക് നീ ഭയങ്കര പാഷനേറ്റ് ആണ് ഇങ്ങനെ സിനിമ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ. ആൻഡ് പക്ഷെ അധികം ഒരുപാട് വർക്ക്സിൽ നിന്നെ കാണുന്നില്ല, മേ ബി അവൈലബിലിറ്റി പ്രശ്നം കൊണ്ട് തന്നെ ആയിരിക്കും. പക്ഷെ ഹൗ ഡിഡ് യു മേക്ക് ടൈം ഫോർ ദിസ്? എന്താണ് ആ എക്സൈറ്റിംഗ് ഫാക്ടർ ഇൻ ജോജി? എനിക്ക് ശരിക്കും ഇപ്പം എന്താ കുര്യാക്കോസ് ഇപ്പോൾ പറഞ്ഞ പോലെ ഇവൻ ഒരുപാട് ഇതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചു ആലോചിച്ചു എന്നൊക്കെ പറയുന്ന പോലെ എനിക്ക് അത്രയൊന്നും പറയാനില്ല. ആക്ച്വലി എന്നെ ഒരു ദിവസം രാത്രി ഷാരോൺ ബ്രോ വിളിക്കണു. എനിക്ക് നമ്മൾ തമ്മിലുള്ള ഒരു പരിചയം പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്ന ഋതുഭേദങ്ങളുടെ സെറ്റിൽ നിന്ന് അന്ന് ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ലൈക്ക് ആ ഒരു സെറ്റിൽ നമ്മൾ പുറത്ത് അവിടെ നിന്ന് സംസാരിച്ച ആ ഒരു 10-15 മിനിറ്റ്സ്, അന്ന് എന്നെ നിങ്ങൾ രണ്ടുപേരോട് തിരിച്ച് ഡ്രോപ്പ് ചെയ്ത ആ ഒരു ജേണി, അതാണ് ശരിക്കും എനിക്ക് നിങ്ങളെ ഇത്രയും ഒരു കമ്പനി ആവുന്നത്. സോ അന്ന് രാത്രിയിൽ എന്നെ ഷാരോൺ ബ്രോ വിളിച്ചിട്ട്, ബ്രോ ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്, ഇങ്ങനൊരു ചെറിയൊരു വേഷമുണ്ട്, അത് ബ്രോയ്ക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചുള്ളൂ, ബ്രോയ്ക്ക് ഉറപ്പുണ്ടോ എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളത്? ബ്രോയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ വരാം. എനിക്കങ്ങനെ ഞാൻ പിന്നെ അതിൻ്റെ സ്ക്രിപ്റ്റോ കാര്യങ്ങളോ ഒന്നും വായിച്ചു നോക്കോ, കാരണം എനിക്ക് കാരണം ഞാൻ എസ് പറയുന്നൊരു സമയത്ത് ഞാൻ അതിൻ്റെ സ്ക്രിപ്റ്റോ കാര്യങ്ങളോ ഒന്നും ഞാൻ വായിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ അടുത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു, മെൻഷൻ ചെയ്തു, നമ്മളൊരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് പോലെ ഇങ്ങനെ വന്ന് അതിൻ്റെ അതൊരു സ്ട്രഗിളിൻ്റെ ഒരു ഇതാണ്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, ഞാനൊരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് ആണ്, സോ എനിക്ക് എന്തുകൊണ്ടും ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. സോ അങ്ങനെ ഒരാൾ പുൾ ഓഫ് ചെയ്യുന്നുണ്ട്, നമ്മളെ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പുള്ളിക്ക് അത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പുകൊണ്ടായിരിക്കും. സോ ഐ ട്രസ്റ്റ് ഹിം. അതുകൊണ്ട് ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നു. ഭയങ്കര സന്തോഷമായി. പിന്നെ അവൈലബിലിറ്റി ശരിയാണ്, ഞാനങ്ങനെ ഒത്തിരി ഒന്നും അങ്ങനെ ചെയ്യുന്നൊന്നുമില്ല. ബട്ട് ഇതുപോലെ ആരെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ എന്നെ ഇങ്ങനെ വിളിക്കും, ആര് വിളിച്ചാലും ഞാൻ മറ്റേ സ്ക്രിപ്റ്റ് പോലും കേൾക്കാതെ ഞാൻ പോയി ചെയ്തു. ജോൺ വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഫസ്റ്റ് ഷൂട്ടിന് ജോൺ വന്ന് തിരിച്ചു പോയപ്പോൾ ജോണിന്റെ സ്ക്രിപ്റ്റ് വെച്ച് മറന്നുപോയി ജോൺ. അപ്പൊ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ ഓരോ വേർഡൊക്കെ മാർക്ക് വെച്ചേക്കാണ്, ദിസ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഞെട്ടിപ്പോയി, ഈ സ്ക്രിപ്റ്റ് ഞാൻ പോലും ഇത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല, ഇവനോ? അപ്പൊ പിന്നെ എനിക്ക് അത് കഴിഞ്ഞ് ഇവൻ വീട്ടിൽ പോയിട്ട് എന്നെ ഫോൺ വിളിച്ചു, ഷാരോൺ ഞാനൊരു ഓപ്പണിൻ്റെ കാര്യം പറയട്ടെ,
എന്നെ വർക്കാവുന്നില്ലെങ്കിൽ നീ ഒഴിവാക്കിക്കോ, കുഴപ്പമില്ല, വേറെ ആൾ വെച്ച് ചെയ്തോ, ഈ പൈസ വേണമെങ്കിൽ നമുക്ക് സെറ്റാക്കാം നീ. അപ്പം ഞാൻ എന്താ ബ്രോ അങ്ങനെ, ഇല്ല ബ്രോ എനിക്കുണ്ടത് പറ്റും തോന്നുന്നില്ല ബ്രോ എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ പിന്നെ അങ്ങ് ഓക്കെ പോയി. ഫസ്റ്റ് സ്ക്രിപ്റ്റ് നിർമ്മവും കുര്യാക്കോസും വായിച്ചിട്ടുണ്ടെന്ന് അറിയാം. ഈവൻ കോസ്റ്റ്യൂം, ഇവരൊക്കെ കോസ്റ്റ്യൂം. നിർമ്മല ഏതാ മൂഡ്, ഏതാ ലൈറ്റിങ്, ഓസ്ട്രേലിയൻ ലൈറ്റ്. മൂഡ് കിട്ടിയിട്ടാണ് ChatGPT ഈ ക്യാരക്ടറിന് എല്ലാവർക്കും ഒരു ക്യാരക്ടർ ആർക്ക്, അവരുടെ ഒരു ഡെവലപ്മെന്റ് ഒക്കെ വളരെ നൈസായിട്ട് എന്താ പറയുക നരേറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ആ ഒരു തോട്ടിൽ ഉണ്ടായിരുന്നതാണോ? ഫസ്റ്റ് സ്ക്രിപ്റ്റിനെ പറ്റി ചിന്തിച്ചപ്പോൾ തന്നെ ശരത്തിന് ഇങ്ങനെ ഒരു OCD ക്യാരക്ടർ ആയിരിക്കണം, ലക്ഷ്മി ലൈക്ക് ആന ഇസ് ഗോയിങ് ടു ബി ലൈക്ക് ഒരു കൂൾ പേഴ്സൺ, ലൈക്ക് ഭയങ്കര ചിൽ പേഴ്സൺ. ബിബിൻ ജോയുടെ എന്ന് പറയുന്നത് എനിക്കൊന്ന് നമ്മളൊക്കെ കാണുന്നതല്ലേ, നാട്ടിൽ നിന്ന് വരുന്ന കുറേ നിഷ്കളങ്കതയും കുറേ ഒരുപാട് കള്ളത്തരങ്ങളും എന്ന് പറയാ ഒരുപാട് ഫ്ലോസ് ഉള്ളൊരു ക്യാരക്ടറാണ്. അപ്പം എന്തായിരുന്നു അതിൻ്റെ പുറകിലൊരു മോട്ടീവ്? കാരണം മിക്കയിടത്തും നമ്മൾ കാണുന്നത് ഒരു നായകൻ കഥാപാത്രം അല്ലെങ്കിൽ ടൈറ്റിൽ ക്യാരക്ടർ എന്ന് പറയുന്നത് അവരെ ഭയങ്കര പെർഫെക്ഷനോടെ അല്ലെങ്കിൽ എന്താ പറയുക തെറ്റുകളൊന്നും ഇല്ലാതെ, പക്ഷെ ഇത് ഫ്ലോഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അത് എന്താണ് അതിൻ്റെ ഒരു മോട്ടീവ്? അത് നമ്മളിപ്പം ഇൻ്റർവ്യൂസൊക്കെ കാണുമ്പം സ്ക്രീൻ പ്ലേസൊക്കെ കേൾക്കുമ്പോഴൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ എല്ലാ ക്യാരക്ടേഴ്സിനും ഫ്ലോസ് കാണിക്കും അവർ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മാറി വരുന്നുണ്ട്. അപ്പോൾ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പം എനിക്കും തോന്നി എൻ്റെ കഥകളിലും ഇങ്ങനെ എല്ലാ ആൾക്കാർക്കും എന്തെങ്കിലും ഒരു പെക്യുലാരിറ്റി എടുത്ത് വേണം, ഇവനിങ്ങനെ ഒരു സംഭവമാണ് എന്ന് തട്ടി നിൽക്കണം. ചുമ്മാ വന്നു പോകുന്ന ആളാണെങ്കിൽ പോലും അവൻ എന്തെങ്കിലും ഒരു ക്യാരക്ടർ വേണമെന്ന് ഉറപ്പിച്ചിരുന്നു. അപ്പോൾ അതിന് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ബിബിൻ ജോയുടെ പിന്നെ ഫ്ലോസ് ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് റിലേറ്റ് ആവുന്ന സംഭവം. എല്ലാവർക്കും ഫ്ലോസ് ഉണ്ട്, ചിലവർക്കത് മറച്ചു പിടിക്കാനുള്ള കഴിവ് നല്ലപോലെ ഉണ്ട്, അത്രയേ ഉള്ളൂ. അപ്പം ഇപ്പം ബിബിൻ ജോയിൻ്റെ ക്യാരക്ടറിൽ കുറേ ഞാനുണ്ട്. ഞാൻ വന്നപ്പോൾ ഇതേപോലെ മണ്ടനായിരുന്നു. അതെ എക്സാക്ട്ലി, അത് പോയിൻ്റാണ്. അങ്ങനെ അപ്പം ആ ക്യാരക്ടർ ഞാൻ കുറേ ഉണ്ട്, എൻ്റെ ഫ്രണ്ട്സ് കുറേ ഉണ്ട്. അതിൽ ആൾമോസ്റ്റ് മിക്കതും നടന്നിട്ടുള്ളതാണ്. നമ്മൾ ഇച്ചിരി പൊടിപ്പും തൊങ്ങലും കൂട്ടി ഒരു ഇതാക്കി എടുത്തേ ഉള്ളൂ. നിർമ്മൽ, ബാക്ക് ടു യു അഗൈൻ. ഒന്ന് വെയിറ്റ് ചെയ്യാൻ പോയിട്ട് ആവാസ വ്യൂഹം ഭയങ്കര ക്രിട്ടിക്കലി അക്ലൈംഡ് ആയിട്ടുള്ള ഒരു പടമാണ്, സ്റ്റേറ്റ് അവാർഡാണ്. പിന്നെ പുരുഷപ്രേതം ക്രിട്ടിക്കലി അക്ലൈംഡ് ആയിട്ടുള്ള ഒരു പടമാണ്. അപ്പം അങ്ങനെ വലിയ വലിയ എന്താ പറയുക പ്രോജക്ട്സ്, വലിയ ഐ മീൻ ഞാൻ പറയുന്ന ആർട്ടിന് ഭയങ്കര വാല്യൂ കൊടുക്കുന്ന ഒരുപാട് പ്രോജക്ട്സിൽ ഇപ്പോൾ കരിക്കിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്, ലൈക്ക് അല്ലേ മധുര മനോഹര മോഹം, അങ്ങനെ ഒരുപാട് സിനിമകളിൽ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആണ്. ഇവിടെ ഇരിക്കുന്നവർ വെച്ച് നോക്കുമ്പം വൈ ദിസ് ലോക്കൽ ഗ്യാങ് ബ്രോ പറ്റിപ്പോയി. എന്താ നിനക്ക് എന്താ പറയാ, നീ താന്നാണോ ഞങ്ങൾ നമ്മള് ലോക്കൽസിന്റെ കൂടെ നല്ല പൾസർ ചെയ്യുള്ളൂ. ഷാറിനെ ആദ്യം മീറ്റ് ചെയ്യുന്ന ഫിലിം ഫെസ്റ്റിവലിൽ വെച്ചിട്ടാണ്. നമ്മുടെ അങ്ങനെ ഒരു ഫിലിം ഫെസ്റ്റിവലിൽ വെച്ചിട്ട് ഷാറിനെ പരിചയപ്പെടുന്നു. ഷാറിനെ ആശ്ലിയും കൂടെയാണ് തിരിച്ച് കേംബ്രിഡ്ജിലോട്ട് വരുന്നത്. അപ്പം നമ്മളിങ്ങനെ ആ ഒരു ഡ്രൈവിന്റെ ഇടയിൽ കുറെ ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്തപ്പം ഒരു വൈബ് കണക്ട് ആയി. പിന്നെ ഡ്രൈവ് ചെയ്തോണ്ട് സെറ്റ് ചെയ്തോ നമുക്ക് കണക്ഷൻസ് ഇല്ല. ഞങ്ങൾ ആക്ച്വലി ഞാൻ പേഴ്സണലി എന്താ പറയാ നിർമ്മൽ ഒരു വെൻ സംഭവമാണ്. പൊയ്യൊക്കെ ഞാൻ കണ്ട് ഭയങ്കര ഫാനായിട്ട് ഏതോ വലിയ സംസാരിച്ചപ്പോ ഇവൻ ലോലൻ ഇവൻ നമ്മളെക്കാൾ തറയടാ. എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ഉള്ള ഭയങ്കര ആരാധനയുള്ള സിനിമകളായിരുന്നു. ആവാസം കൊണ്ട് എനിക്ക് കിഴിപോയായിരുന്നു പുരുഷപ്രേതം. അപ്പൊ ഇങ്ങനെ ഇത് പ്രോജക്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ ക്യാമറ ചെയ്യാൻ പോകുന്നത് നിർമ്മലാന്ന്. അപ്പൊ എനിക്ക് നിർമ്മലിനെ അറിയാം, പോയി ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അപ്പൊ എന്നോട് ഇത്ര പറഞ്ഞോളൂ, കരിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട് ആവാസഗൃഹം പുരുഷപ്രേതം. അപ്പൊ ഞാൻ വിചാരിച്ചു പൊളി. പിന്നെ അതിൻ്റെ കൂടെ പറഞ്ഞു അപ്പു ഭട്ടതിരിയുടെ അസോസിയേറ്റ് എഡിറ്ററാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ദൈവമേ ഭയങ്കര ബുദ്ധിജീവിയായിരിക്കും. അപ്പൊ ഇവൻ ഒത്തിരി അതാണ് ഓഫ്കോഴ്സ്, പക്ഷെ നമ്മുടെ പോലത്തെ ഒരു വൈബ് ആയിരിക്കത്തില്ല, ഭയങ്കര ബുദ്ധിജീവി സിനിമ. അപ്പൊ ഞാൻ ആദ്യമായിട്ട് മീറ്റ് ചെയ്യാൻ പോകുമ്പോഴേ ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് ഞാനിങ്ങനെ മറ്റേ സിനിമ കണ്ടിട്ടുണ്ടെന്നൊക്കെ ആ രീതിയിലായിരിക്കും ടോക്കെന്ന് വിചാരിച്ചു. ആളിയെ നമ്മുടെ അതേ വൈബ്. അപ്പൊ എനിക്ക് മനസ്സിലാവും ഫൺ മൂഡായിരിക്കും, ഷൂട്ട് സെറ്റ് ആയിരിക്കും എന്നുള്ളത്. ഷാരോന്റെ മുമ്പത്തെ വേറെ ഏതെങ്കിലും വർക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിരുന്നോ? ചിമ്മിണി എന്ന് പറഞ്ഞ വർക്ക് കണ്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി.
ഒരു ആഷ്ലിയുടെ കിടിലം പെർഫോമൻസ് ഒക്കെ ആയിരുന്നു. സോ ഡയറക്ഷൻ ഷാരോണായിരുന്നു. പറയാൻ പറഞ്ഞതല്ലല്ലോ അല്ലല്ല പറഞ്ഞു ആക്ച്വലി അത് കണ്ടിട്ടാണ് ഞാൻ ഷാരോട് മെസ്സേജ് അയക്കുന്നത്, നമുക്കൊരു വർക്ക് ചെയ്യണം. ലിങ്ക് ബിലോ ലിങ്ക് ബിലോ. അങ്ങനെ ഞാൻ ഷാരോട് മെസ്സേജ് അയക്കുന്നു. അപ്പൊ എന്തായാലും ചെയ്തു. പക്ഷെ അങ്ങനെ മെസ്സേജ് അയച്ചു കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ സ്ക്രിപ്റ്റ് അയച്ചു തന്നു. അല്ലേ, എല്ലാം വളരെ പെട്ടതായിരുന്നു. അല്ല സ്ക്രിപ്റ്റ് ഒറ്റ ദിവസം കൊണ്ട് സെറ്റ് ആയ സാധനമാണ്. ഞങ്ങളൊരു ട്രിപ്പ് പോയി കഴിഞ്ഞ് വന്ന് ഷാരോട് ഇങ്ങനെ പറയുന്നത്. ഇല്ല ഞങ്ങളൊരു ട്രിപ്പ്, ഒരു ലോങ് വീക്കെൻഡ് ഓട്ടോ ഒരു ട്രിപ്പ് പോയി കഴിഞ്ഞ് വന്നിട്ടാണ് അനുവിന് ഇതൊക്കെ ഒന്ന് സെറ്റ് ആയത് അവൻ പറഞ്ഞത്. അല്ല അത് സംഭവം സിമ്പിളാണ്. അതായത് നമ്മൾ ഓൾറെഡി പണിയും മൂഡിലൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ ട്രിപ്പ് പോയി, കൽപ്പന സേത്ത് എന്ന് പറഞ്ഞ ടീംസിൻ്റെ ഓട്ടോവേയിൽ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ഇവിടെ കുറേ പിള്ളേർ രാത്രി ഓണപ്പരിപാടി ആയിരുന്നു. പിള്ളേർ രാത്രി വരുന്നു, അടിച്ച് പൊളിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ടി വി കണ്ടിരിക്കുമ്പോൾ ചേട്ടാ എണ്ണിക്കുന്നൊക്കെ പറഞ്ഞ് വലിച്ചെണ്ണിപ്പിച്ച് പുറത്ത് കൊണ്ടുപോയി ഐസ്ക്രീമൊക്കെ മേടിച്ചിരുന്നു, കറങ്ങുന്നു. അപ്പോൾ ഒരു പിള്ളേർ വൈബ് കിട്ടി. അപ്പോൾ എനിക്കൊരു തന്തൈബ് ഫീൽ ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നി ഇല്ലേ എവിടേക്കോ മിസ് ഔട്ട് ആവുന്നുണ്ട്, കുറേ സാധനങ്ങൾ നമുക്ക് മിസ് ഔട്ടായി പോകുന്നുണ്ടെന്ന് തോന്നി. അപ്പോൾ അതെ, അപ്പോൾ ആ രാത്രി ഞാൻ തിരിച്ച് അതെ തോന്നില്ലേ. അപ്പൊ പിന്നെ തിരിച്ചു വരുമ്പോ ഞാൻ ആലോചിച്ചു, ഇങ്ങനത്തെ കുറച്ച് തോട്ട്സ് ഒക്കെ ആലോചിച്ചു, എന്തൊക്കെ പടത്തിലേക്ക് കൊണ്ടുവരാൻ ആലോചിച്ചു. എന്നിട്ട് അതൊരു അത് പറഞ്ഞു, സ്റ്റോറിക്ക് സെക്കൻഡ് ഇമ്പോർട്ടൻസ് ഉള്ളൂ. ആദ്യം സീൻസ്, നല്ല നല്ല സീൻസ് ഞാൻ മനസ്സിലാലോചിച്ചു. എന്നിട്ട് നക്കിക്കോട്ടൊരു സ്റ്റോറി ചുമ്മാ കൊണ്ടേ കണക്ട് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചു. അങ്ങനെയാണ് ആ സ്റ്റോറി ഉണ്ടായത്. പിന്നെ നിർമ്മലായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേറെ സംഭവം വെച്ചാൽ, നിർമ്മൽ പാർട്ട് ടൈമാണ് വർക്ക് കൊണ്ടിരുന്നത്. അപ്പോൾ 5 ദിവസം ഫ്രീ ആണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്ക് ജോലിയില്ല, 5 ദിവസം ഫ്രീ ഉള്ള DOP. ഇതിൽ കയറിയപ്പോ എന്റെ ജോലിയും പോയി. പടം കഴിഞ്ഞപ്പോൾ ജോലി എല്ലാവരുടെയും പോയി, അത് വേറെ കാര്യം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വേണ്ടത് കുര്യാക്കോസിനാണ്. കുര്യാക്കോസിനെ സ്ക്രിപ്റ്റ് വെച്ചപ്പോൾ ആഷ്ലിയും പറഞ്ഞു കുര്യാക്കോസും അതുകൊണ്ട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു കുര്യാക്കോസ് എനിക്കറിയത്തില്ല. യെസ്, ഞാൻ അതിനു മുമ്പ് കുര്യാക്കോസിനെ മീറ്റ് ചെയ്തായിരുന്നു നമ്മുടെ മാജിക് മിസ് മീഡിയയുടെ മീറ്റപ്പില്. അത് ഇതിനു മുന്നായിരുന്നു. മുന്നായിരുന്നു. അന്നാ ഞാൻ നിന്നെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ അന്ന് നമുക്ക് ഇതേ വൈബ് സന്ദ്ര വൈബ് കണക്ട് ആയിരുന്നു. അപ്പം ഞാൻ സജസ്റ്റ് ചെയ്തായിരുന്നു കുര്യാക്കോസിന്റെ. അത് പറഞ്ഞു, ഇവനും പറഞ്ഞു. അപ്പം 3 പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി കുര്യാക്കോസ് എന്ന് പറഞ്ഞ എന്തോ സംഭവം തോന്നി. പിന്നെ പോയി റീൽസ് ഒക്കെ ഇരുന്ന് കണ്ടു, അങ്ങനെ കണക്റ്റായി. എന്നിട്ട് ടീമിലെ എഴുതുമ്പോൾ അങ്ങനെ ഉണ്ടാവും, പക്ഷെ മൊത്തത്തിലല്ല. ചിലപ്പോൾ കുറച്ച് വേറെ ആളായിരിക്കും, ലാസ്റ്റ് ടീമിൽ വേറെ ആളായിരിക്കും, അങ്ങനെയൊക്കെ പോകുന്നത്. പക്ക ഒരാളായിട്ട് വന്നിട്ടില്ലായിരുന്നു. പിന്നെ ഇവനെ ടീമിൽ കണ്ടപ്പം കുര്യാക്കോസ് ബാരിയിലാണ്. അതായത് കിച്ചണറിന്ന് 2 മണിക്കൂറുണ്ട്, 2.5 മണിക്കൂറുണ്ട്. അപ്പം കുര്യാക്കോസ് ഞങ്ങൾ പറഞ്ഞത്, കുര്യാക്കോസ് നമുക്ക് കുറച്ച് ഇൻഡോർ സീക്വൻസ് ഉണ്ട്, ഔട്ട്ഡോർ സീക്വൻസ് ഉണ്ട്. ഔട്ട്ഡോർ ആകുമ്പോൾ ഞാനും നിർമ്മലും കൂടെ ഞങ്ങൾ ബാരി വരാം, എന്നിട്ട് ഞങ്ങൾ അവിടെയൊക്കെ ഷൂട്ട് ചെയ്യാം. ഇൻഡോർ ആകുമ്പോൾ മാത്രം നീ കിച്ചണറിലേക്ക് ഒന്ന് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പം കുര്യാക്കോസ് പറഞ്ഞു ഓക്കെ, അപ്പോൾ ശനിയും ഞായറും ഞാൻ നിങ്ങളുടെ അവിടേക്ക് ഇടയ്ക്ക് വരുന്നു, വീക്ക് ഡേയ്സ് നിങ്ങൾ വൈകിട്ട് ഇങ്ങോട്ട് ഷൂട്ട് ചെയ്യുന്നു. എന്നാൽ കൊള്ളാം, ഓക്കെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പടം തുടങ്ങി പിന്നെ എല്ലാ ആഴ്ചയും പുള്ളി നമ്മുടെ വീട്ടിലായിരുന്നു, കിച്ചണറിലായിരുന്നു. അടിപൊളി. ഓക്കെ, ജോൺ എപ്പോഴും ഇത്ര ഡെഡിക്കേറ്റഡ് ആണോ? ഭയങ്കര ഡെഡിക്കേഷൻ ആണോ? ഓക്കെ, ചോദിക്കട്ടെ, മൊത്തത്തിൽ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഈ ഫുൾ എഫേർട്ട് എടുത്ത് ഭയങ്കര സ്റ്റുഡിയസ് ആയി? അല്ല, ഞാൻ സ്റ്റുഡിയസ് ആയിരുന്നു. ഞാൻ ചെറുപ്പം മുതലേ ഞാൻ സ്റ്റുഡിയസ് ആയിരുന്നു. ബിക്കോസ് നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ലൈൻ കട്ട്. ഓക്കെ, അപ്പൊ പോവാം. മിഡിൽ ക്ലാസ് ഫാമിലി. അപ്പോൾ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പഠിക്കുക എന്നുള്ള ഒരു പരിപാടി മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ചേട്ടൻ പഠിക്കും, ഞാൻ അത്യാവശ്യം പഠിക്കും. ചേട്ടൻ എന്നെക്കാട്ടിലും നന്നായിട്ട് പഠിക്കുമായിരുന്നു. പഠിപ്പിച്ചിട്ടായിരുന്നു ചേട്ടൻ. എല്ലാ പഠിപ്പുകളും ഇതാ പറയാറ്. ആ അണ്ടർലൈൻ ചെയ്ത് വെച്ചപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി. നമ്മുടെ സ്ക്രിപ്റ്റ് രാജുവേട്ടനെ പോലെ ബൈഹാർട്ട് ചെയ്ത് പറയാൻ ഒരാളേ ഉള്ളൂ. ഇതാണോ? അതെ, മറ്റേ അണ്ടർലൈൻ ഒക്കെ ഇട്ട് ചെയ്തിട്ട് ഞാൻ മറ്റേ അതിനകത്ത് എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഷാരോൺ അതെനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തന്നു. അല്ല, ആക്ച്വലി ഇത് എന്താ പറയാ, ഞാൻ സ്ക്രിപ്റ്റ് ഒക്കെ പഠിച്ച് പ്രിപ്പയർ ചെയ്തൊക്കെ വന്നു. ഞാനിവിടെ മറ്റേ ഷൂട്ടിങ്ങിന് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതൊരു ലോങ് ഒരു ലോങ് ക്യാരക്ടർ പരിപാടി ചെയ്യുന്നത്.
അപ്പോൾ ഷൂട്ടിങ്ങിന് വന്നു കഴിയുമ്പോൾ ലൈറ്റ് പരിപാടിയിൽ ഇത് കണ്ട് ഓക്കെ എന്തോ വൻ പരിപാടി നല്ല ഓക്കെ അപ്പോൾ നമ്മൾ അല്ലല്ല എന്നിട്ട് ഞാൻ ഇതൊക്കെ കണ്ടിട്ട് ഞാൻ ഓക്കെ പരിപാടി സെറ്റാവും എന്നെ കൊണ്ട് ആ ഒരു വൈബിലാണ് ഞാൻ. അത് കഴിഞ്ഞിട്ട് എന്തായാലും എൻ്റെ ഭാഗത്തു നിന്നൊന്നും കുറവ് വരരുത്, നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് വരണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്ക്രിപ്റ്റൊക്കെ പഠിച്ചിട്ട് പറഞ്ഞത്. വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സ്ക്രിപ്റ്റ് ഓക്കെ ഇത്രേ ഉള്ളൂ ഓക്കെ, എന്നിട്ട് അങ്ങനെയല്ല ഇത് ഇങ്ങനെ 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 എന്നൊക്കെ പറഞ്ഞ് ഓൺ ദ സ്പോട്ടിൽ നമ്മൾ ഇംപ്രൈസേഷൻസ് വരുമ്പോൾ ഓക്കെ അപ്പം ഇങ്ങനെയാണ് പരിപാടി. മീൻസ് ഞാനൊരു പാഠം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷേ പരിപാടി എന്താ പറയുക, ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ഓക്കെ ഇങ്ങനെയല്ല, നമ്മൾ സ്പോട്ടിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കണം, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ കയ്യിൽ നിന്ന് കുറേ സാധനങ്ങൾ ഇടണം, അല്ലെങ്കിൽ നമ്മൾ എന്താണ് കുറേ കറക്ഷൻസ് ഉണ്ടാക്കണം. ഐ മീൻ കറക്ഷൻസ് എല്ലാം നമ്മൾ ചെയ്യാൻ പഠിക്കണം എന്നുള്ളൊരു പരിപാടി നമുക്ക് മനസ്സിലാവുന്നതും അങ്ങനെ ഇതെല്ലാം ഒരു പാഠമാണല്ലോ. അപ്പോൾ ക്യാരക്ടർ വായിച്ചപ്പോൾ തന്നെ മനസ്സിലായോ ഇതാണ് മൂഡ്, അതായത് ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടുള്ള എല്ലാത്തിലും ഒരു അങ്ങനെ ചിന്തിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ക്യാരക്ടർ വായിച്ചപ്പോൾ തന്നെ മനസ്സിലായോ അതോ ഡിഡ് യു ഹാവ് അദർ ഡിസ്കഷൻ? മനസ്സിലായി, പക്ഷെ അത് ചെയ്തപ്പോൾ അങ്ങനെ വന്നോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ എനിക്കൊരു സംശയമുള്ളൂ. ഡൗട്ട് ഒക്കെ ചോദിച്ചിരുന്നോ? പിന്നെ ഒരുപാട് ഡൗട്ട് ചോദിച്ചിരുന്നോ? ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇത് മതിയോ? അതെ എന്തായാലും എന്താണ് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുക എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ക്യാരക്ടറിന് റിലേറ്റബിൾ ആണ്, എനിക്ക് റിലേറ്റബിൾ ആണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഒട്ടും മിക്ക ആൾക്കാർക്കും കാനഡയിൽ വന്നു കഴിയുമ്പോൾ നമ്മളൊരു വീട്ടിൽ വരുന്നു, നമുക്ക് അറിയത്തില്ലാത്ത ആൾക്കാരുടെ കൂടെയാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ പലരും പല ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനത്തെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആള് എനിക്ക് തന്നെ കുറച്ച് OCD ടൈപ്പ് ഓഫ് പരിപാടികളുണ്ട്. എനിക്ക് എല്ലാം അടുക്കി വൃത്തി പരിപാടിയൊക്കെ ആയിട്ട് ഇരിക്കണം എന്നുള്ളൊരു മൈൻഡ് ഉള്ള ആളാണ് ഞാൻ. അപ്പോൾ എൻ്റെ ഈ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അതിലും കുറച്ചുകൂടി എക്സ്ട്രീമാണ്. അപ്പോൾ നമ്മൾ ഓക്കെ എനിക്കറിയാവുന്ന ഇങ്ങനത്തെ കുറേ ആൾക്കാരുണ്ടല്ലോ, മീൻസ് നമ്മുടെ സർക്കിളിൽ അപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ ഓക്കെ ഇങ്ങനെ ഒരു പരിപാടി പിടിക്കാം, പക്ഷെ ഇങ്ങനെ പരിപാടി ഞാൻ പിടിക്കുന്നത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. അതെ അതെ. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ സെറ്റിലും ഭയങ്കര സമയമെടുത്ത ഒരു ഐസ് ബ്രേക്കിങ്ങിന് ഭയങ്കര സമയമെടുത്ത ആള് ജോൺ ആയിരുന്നു. നമ്മളവിടെ കൗണ്ടർ അടിച്ച് സീരിയസ് സീനാണെങ്കിൽ പോലും കൗണ്ടർ അടിച്ച് അങ്ങനെ ചളിയടിച്ച് വാരി വെതറിയൊക്കെ നിൽക്കുമ്പോഴും ജോൺ അവിടെ ഇങ്ങനെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സീൻ ചെയ്യുമ്പം എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞപ്പോൾ സീൻ വർക്കൗട്ട് ആവുന്നില്ല. ഇൻ ദി എൻഡ് സീൻ വർക്കൗട്ട് ആവണം. അപ്പം നമ്മൾ നീ അങ്ങനെ പറ ഇങ്ങനെ പറ നിനക്ക് ഈസി ഉള്ള വേ പറ എന്ന് സെറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇവൻ പഠിച്ചു വന്നുകൊണ്ട് ഇവൻ സ്ക്രിപ്റ്റ് ഉള്ള പോലെ തന്നെ പറയും, കുര്യാക്കോസ് വേറെന്തോ പറയും. എടാ ഞാൻ പറഞ്ഞു ഇങ്ങനെയല്ലടാ. അപ്പോൾ ഇവൻ പറയും സ്ക്രിപ്റ്റിൽ ഇങ്ങനെയാണ് ബ്രോ, ഞാനൊന്നും മാറ്റാൻ പറ്റുമോ? അപ്പോൾ തുടക്കത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവസാനം ഡബ്ബൊക്കെ വന്നപ്പോൾ ഡബ്ബ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എടാ ഞാൻ തിരിഞ്ഞിക്കുക, ഞാൻ ഇങ്ങനെ പറയട്ടെ എന്നൊക്കെ പറഞ്ഞു വൻ അവസാനമായപ്പോൾ പടത്തിൻ്റെ അവസാനമായിട്ടായപ്പോൾ പുള്ളി ക്യാരക്ടർ ഭയങ്കര ഹെവി ആയി. അപ്പം ഞങ്ങൾ പറഞ്ഞു നമുക്ക് ഫസ്റ്റ് ഭാഗം ഇപ്പം ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് വേറെ ലെവലിലേക്ക് തന്നെ പോകുമെന്ന് ഞങ്ങൾക്ക് തോന്നിയായിരുന്നു. അപ്പം അടുത്ത വട്ടം ഇത് ചെയ്യുമ്പം എന്താ പറയാ പഠിക്കരുത്. ജോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജോൺ തുടക്കം വന്നപ്പോൾ ആഷ്ലി കഴിഞ്ഞ പോലെ ഭയങ്കര ഒന്ന് സിംഗാവാൻ ഭയങ്കര പാടായിരുന്നു. ഇപ്പൊ ജോണിനെ ഓരോ ഷോട്ട് കഴിഞ്ഞിട്ടും ടെൻഷനാണ് ജോണിന്. ജോൺ എന്നോട് ചോദിക്കും ബ്രോ ഇത് ഓക്കെ അല്ലേ, ഇങ്ങനെ തോന്നിയ സംഭവം ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ റെഡാ ഇതൊന്നും പേടിക്കില്ല, എല്ലാം സെറ്റാണ്, തീരൊന്നുമില്ല. എന്നിട്ട് ഞാൻ റെഡാ ഒരു പാഷനില്ല, നമ്മൾക്ക് അതിന്റെ പുറത്ത് ചെയ്യുവാണ്. ഞങ്ങൾ പുറത്തിറങ്ങിയിരുന്നു, ബാൽക്കണി നിൽക്കുവാണ്. അപ്പോഴത്തേക്കും ജോൺ പറയാണ് നിങ്ങളുടെയൊക്കെ പാഷൻ കാണുമ്പോഴാണ് എനിക്കൊരു കോൺഫിഡൻസ് ആയിരുന്നു, നിങ്ങളുടെയൊക്കെ പാഷൻ കാണുമ്പോൾ. അതുകഴിഞ്ഞിട്ട് ആ ഷൂട്ട് മൊത്തം കഴിഞ്ഞു, അത് വേണം. ആ ഷൂട്ട് മൊത്തം കഴിഞ്ഞ് നമ്മള് റെസ്റ്റോറന്റ് പോയി. റെസ്റ്റോറന്റ് ഓവർനൈറ്റ് ഫുള്ള് പോകാണല്ലോ. ജോണിന്റെ ഷൂട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 3:30 ആയി. അപ്പൊ ജോൺ അവസാനം തളർന്ന് 2 കസേരയൊക്കെ പിടിച്ചിട്ട് കിടക്കുക. ഇങ്ങനെ കിടക്കുക. ഞാൻ പോയി വിളിച്ചു ജോണെ പാഷൻ അമ്മയുടെ പാഷൻ. അതിലാണ് കറക്റ്റ് ഐസ് ബ്രേക്കിംഗ് മൊമെന്റ്. ആ ദിവസം എല്ലാരും കട്ടായിരുന്നു, ഫുൾ കട്ട്. ഞാൻ നോക്കുമ്പോ എല്ലാരും ആഷിലേക്ക് ഇങ്ങനെ ഇടയ്ക്ക് ക്യാരക്ടർ വിളിക്കുമ്പോൾ മാത്രം ആഷിലേക്ക് ഓടി ഫുൾ കിടന്ന് ഉറക്കമായിരുന്നു. നമ്മൾ ലാസ്റ്റ് ചെയ്തു അന്നത്തെ ഷോട്ട് എടുക്കുന്ന സമയത്ത് ഫുള്ള് ലൈറ്റിങ് ഇങ്ങനെ വേണം ഷാരൻ ചേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുക എന്തൊക്കെയോ സജഷൻ. തിരിഞ്ഞു നോക്കുമ്പോൾ നിർമ്മോട് വണ്ടർഫുൾ. അതെ, അതൊരു 3:30 ഓവർനൈറ്റ് ഷൂട്ട് നടക്കുമ്പോൾ ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട് എൻ്റെ കിളിയൊക്കെ പോയി. അപ്പൊ ഞാൻ എന്നിട്ട് ഇങ്ങനെ ഒരു മന്ദതയിൽ ഇങ്ങനെ അഭിനയിച്ചോണ്ടിരിക്കുക. അപ്പൊ ഞാൻ നോക്കുമ്പോ ഇങ്ങനെ ട്രൈപോഡ് വെച്ചേക്കുന്നു. അപ്പൊ നിർമ്മലാണ് ഇവിടെ നിൽക്കുന്നത്, ഷാരോൺ ഇവിടെ ഷാരോൺ ഉറക്കപ്പിച്ചില്ല ഇങ്ങനെ സീൻ മറ്റത് മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ടേക്ക് വെക്കുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നിർമ്മല ഓക്കെ ബ്രോ എന്ന് പറഞ്ഞിട്ട് ഓൺ ആക്കും. എന്നിട്ട് ഇങ്ങനെ ഇടന്ന് ഉറങ്ങും. എന്നിട്ട് ആ സീൻ തീരുന്നവരെ ഉറങ്ങും. എന്നിട്ട് കട്ട് എന്ന് പറയുമ്പോൾ പുള്ളി എഴുന്നേറ്റിട്ട് ഇത് കട്ട് ചെയ്യും. അപ്പൊ ഞാനിത് കണ്ടോണ്ടിരിക്കുക. എന്നിട്ട് ഷോട്ട് ഓക്കെ ആണെന്ന് വെച്ചാൽ നിർമ്മ പറയും പക്ക. അത്
ഓസ്റ്റിൻ ലൈറ്റ് ഫുള്ള് സെറ്റ് ചെയ്തത് ഫോണില്ല. നിർമ്മൽ ഓസ്റ്റിനെ എന്തായിരുന്നു പീസ് ആ PC360 ഇന്റൻസിറ്റി കുറച്ച്. അപ്പൊ ഓസ്റ്റിൻ ഒന്നും ചെയ്തില്ല. ഓസ്റ്റിൻ പറയുന്നത് ഫോണിൽ തോണ്ടിട്ട് ചെയ്തടാ, ഇപ്പൊ കറക്റ്റ് ആയി. നേരത്തെ ലൈറ്റ് ചെറിയൊരു ഡിഫറൻസ്. ലാസ്റ്റ് ഓസ്റ്റിനാന്ന് വിളിക്കുന്നത് ഓസ്റ്റിനാ ചെയ്തടാ ഓക്കെ ഇനി ഓക്കെ. ഓക്കെ, ഞാൻ അന്നയിലോട്ട് വീണ്ടും വരട്ടെ. ഇതിൽ അന്ന എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു ജെൻസി കിഡാണ് അല്ലേ. അപ്പം ഇപ്പോഴത്തെ ഒരു സിനാരിയോ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മുമ്പുള്ള കുറച്ച് കഴിഞ്ഞ വർഷങ്ങളായിട്ട് നമ്മളിപ്പോൾ ഒരു വീട്ടിലൊരു റെൻറ്റഡ് ഹോമിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ജനറേഷൻസ് നമുക്ക് കാണാം. നമുക്ക് 90s കിഡ്സ് എന്ന് പറയുന്ന കുറച്ച് ആൾക്കാർ, മില്ലേനിയൽസ്, പുതിയതായിട്ട് വരുന്ന ജെൻസീസ്. അപ്പം എന്താ പറയുക, ഒരു മൈൻഡ് സെറ്റിൻ്റെ ഭയങ്കര ഗ്യാപ്പ് ഉണ്ട് അല്ലേ. അപ്പം അത് ഇവിടെ അറിയാതെയോ ഇവിടെ പോർട്രേ ചെയ്തിട്ടുണ്ട്. സ്പെഷ്യലി ദാറ്റ് യു ഹാവിംഗ് എ ഡിഫറെൻറ്റ് ബോയ് ഫ്രണ്ട് ഫ്രം എ ഡിഫറെൻറ്റ് കൾച്ചർ. ലൈക്ക് ഇവരുടെ മൊറാലിറ്റിനെ, അതായത് ഇവർക്ക് അത് മോറലി അക്സെപ്റ്റബിൾ അല്ലാത്ത കാര്യം എന്ന് അവരുടെ കുറച്ച് ചട്ടക്കൂടുകളിലുള്ള പെർസ്പെക്റ്റീവിലുള്ള അവരുടെ പെർസ്പെക്റ്റീവിൽ, അതായത് അവരുടെ വേൾഡിലല്ല. അല്ല, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. എനിക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല. ഇല്ല, ഞാൻ പറയാം. ഒന്നുകൂടെ ഇപ്പൊ നമ്മള് ഇപ്പത്തെ ഒരു സെനാരിയോ നോക്കുവാണെങ്കിൽ ഇപ്പൊ ഒരു വീട്ടിൽ തന്നെ ഒരുപാട് ലൈക് ജനറേഷനിലുള്ള ആൾക്കാരുണ്ട്. ഇവിടെ അന്ന ഒരു മെച്യൂർ ജെൻസി കിഡായിട്ടാണ് ഇതിൽ പോർട്രേ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ അല്ലേ. അപ്പൊ ആ മൈൻഡ് സെറ്റിന്റെ കുറച്ച് ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഡെയിലി ബേസിൽ ചിലപ്പം ലക്ഷ്മിയും അത് എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ വരുമ്പോൾ എന്താ പറയാ, വേറൊരു കൾച്ചറുള്ള ഒരാൾ ബോയ് ഫ്രണ്ട് ഉണ്ടാവുക, ഉടനെ തന്നെ അനിയത്തിയായിട്ട് ഏറ്റെടുക്കുക, പിന്നെ എല്ലാ കാര്യങ്ങളിലും കൂടുതൽ അസിസ്റ്റൻസ് കൊടുക്കുക. സംടൈംസ് ഇറ്റ്സ് ഗെറ്റിംഗ് അൺകംഫർട്ടബിൾ ഫോർ യു ടു അല്ലേ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാതെയോ ഈ സ്ക്രിപ്റ്റിൽ വന്നിട്ടുണ്ട്. സോ എന്താ പറയാ, ഞാൻ ചോദിക്കാൻ അത് ഇച്ചിരി ഐ ഓപ്പണിംഗ് ആയിട്ട് തോന്നിയോ? ലൈക്ക് അത് കുറച്ച് ആൾക്കാർക്കെങ്കിലും അത് തോന്നുന്നുണ്ടോ? അതായത് ഒരു കൊച്ചു വരുമ്പോഴത്തേക്ക് അനിയത്തി ഏട്ടാന്ന് വിളിക്കുന്നവരൊക്കെ അനിയത്തിയായിട്ട് ഏറ്റെടുക്കുക, പിന്നെ അവരുടെ മൊറാലിറ്റിക്ക് അല്ലെങ്കിൽ അവര് കുറച്ച് ഒരു പേഴ്സ്പെക്റ്റീവ് ഉണ്ടാവില്ല അവർക്ക്, അതിന് ഡിഫറെന്റ് ആയിട്ട് ചെയ്യുമ്പോൾ പിന്നെ അവർ അകറ്റി നിർത്തുക. അപ്പൊ ഇതിൽ ബ്ലോക്ക് ചെയ്യുന്നതും പ്രൊഫൈൽ പിക്ചർ മാറ്റുന്നതൊക്കെ ഉണ്ടല്ലോ. ശരിയാണെന്നല്ലേ എന്ത് തോന്നുന്നു? ഔട്ട്ലുക്ക് എന്താ അതിന്റെ ആ ഒരു അങ്ങനെയുള്ള പെർസ്പെക്റ്റീവ് മൈൻഡ് സെറ്റ് ഗ്യാപ്പിനൊക്കെ എങ്ങനെയാ ഡീൽ ചെയ്യുക? അതെ, എന്തിനാ എനിക്ക് മാത്രം ഇത്ര സീരിയസ്? എന്തത് അല്ല, പക്ഷെ അതെനിക്ക് തോന്നുന്നു ചില സ്ഥലത്തൊക്കെ ഇപ്പോൾ 2000s കഴിഞ്ഞിട്ട് ഞാനും 12th കഴിഞ്ഞ് വന്നത്. ആക്ച്വലി ആ ക്യാരക്ടറുള്ള പോലെ തന്നെ ഞാൻ 12th കഴിഞ്ഞ് ഇവിടെ വന്നത്. ചില സമയത്തൊക്കെ കുറച്ച് റിലേറ്റബിൾ ആണത്. പക്ഷെ അവിടെ അന്ന എന്നുള്ള ക്യാരക്ടർ ചെയ്ത ഈ ഒരു ബൗണ്ടറി വെക്കും അന്ന എല്ലാത്തിനും. സംഭവം ജോളിയാണ്, എല്ലാവരും ഇരിക്കുമ്പോൾ അടിപൊളിയാണ്, പക്ഷെ എൻ്റെ കാര്യം വരുമ്പോൾ ഞാൻ നോക്കും എന്നുള്ള ഒരു ബൗണ്ടറി ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു കുറേ യങ് ആയിട്ട് വന്നവരെ, ലൈക്ക് 12th കഴിഞ്ഞ് വന്ന കുറേ പിള്ളേർക്ക് അത് ഭയങ്കര റിലേറ്റബിൾ ആണ്. കാരണം അങ്ങനെ വെച്ചില്ലെങ്കിൽ നമ്മളെ ചെറുതായി കാണുന്നു, അല്ലെങ്കിൽ ഞാൻ ആ ബൗണ്ടറി വെച്ചില്ലെങ്കിൽ എന്നെ അത് യൂസ് ചെയ്യും എന്നുള്ളൊരു ഫീല് കിട്ടും. നമ്മൾ ഈവൻ ജോബിനൊക്കെ പോകുമ്പോൾ നമ്മൾ സീരിയസ് ആയി എടുക്കില്ല എന്നുള്ളൊരു ഫീലൊക്കെ കിട്ടും. അത് എനിക്ക് തോന്നുന്നു 12th കഴിഞ്ഞ് വന്നാണെങ്കിൽ ആ ഒരു ഏജിൽ വന്നാൽ മിക്ക ആൾക്കാർക്കും റിലേറ്റബിൾ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഈ ക്യാരക്ടർ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു. അതായത് അന്ന ഭയങ്കര ജോളിയാണ്, ചില്ലാണ്, എല്ലാവരുമായിട്ടും ഇതായി പോവും. പക്ഷേ എന്താ പറയുക, ആളുടെ കാര്യങ്ങൾ വരുമ്പോൾ ആൾ ബൗണ്ടറി വെക്കുന്നു, അല്ലെങ്കിൽ പേഴ്സ്പെക്റ്റീവ് ഇങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, നിങ്ങളത് ഓക്കെ അല്ലായിരിക്കും, പക്ഷെ അത് ലൈക്ക് ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഇസ് എന്നുള്ളൊരു സംഭവത്തിൽ പോകുന്ന ഒരാളാണ്. അത് ഐ ഓപ്പണിംഗ് ആണ് ഫോർ ഷുവർ. കാരണം അങ്ങനത്തെ ഒരു ഫ്രഷ് കോൺസെപ്റ്റാണ് എനിക്ക് തോന്നിയത്. ഈ ഷോർട്ട് ഫിലിംസിലുള്ളതിലൊക്കെ ഞാനിവിടെ യൂഷ്വലി കണ്ടതിലൊക്കെ ഫ്രഷ് കോൺസെപ്റ്റാണ്. അതായത് നോ പറയണത് ഓക്കെ ആണ് എന്നുള്ളൊരു സംഭവം. ചില കാര്യങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല, അത്രയേ ഉള്ളൂ. അതിൽ തെറ്റോ ശരിയോ എന്നല്ല, ദിസ് ഇസ് മീ, ദിസ് ആർട്ട് ഇസ് യു എന്നുള്ളൊരു സംഭവം. അത് ഐ തിങ്ക് ഇറ്റ് വാസ് എ വെരി ഫ്രഷ് കോൺസെപ്റ്റ്. എന്താ പറയാ, അത് ഫേസ്ബുക്കിലൊക്കെ റൈറ്റപ്പ് ആയിട്ട് കൊടുക്കാൻ തോന്നി ക്യാരക്ടർ. അതുകൊണ്ട് അതെ, അല്ല അത് അല്ല അത് ഭയങ്കര കോൺഷ്യസ് ആയിരുന്നോ? പക്ഷെ എനിക്ക് ആ സ്ക്രിപ്റ്റ് വായിച്ചപ്പം എനിക്ക് ആ ഒരു തോട്ട് എനിക്ക് പോയില്ല കേട്ടോ. ഓക്കെ, പക്ഷെ കുറച്ചുകൂടെ ഡീപ്പായി ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചില്ല. അതെ അതെ, അത് എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു മറ്റേ ആ സീൻ മീൻസ് കോൺട്രസെപ്ഷനെ പറ്റി സംസാരിക്കുന്ന സീൻ ഞാൻ ചോദിച്ചായിരുന്നു. അതെ, ഞാനത് കോമഡി ആയിട്ടാണോ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത് അതോ? അത് ആക്ച്വലി ഞാൻ ഡിസ്കസ് ചെയ്തതായിരുന്നു, ഷാരോൺ ചേട്ടനെ ഡിസ്കസ് ചെയ്തതായിരുന്നു. ആ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് ആ സ്ക്രിപ്റ്റിൽ തോന്നിയത്, അങ്ങനത്തെ ഒരു കോൺവെർസേഷൻ ഒരു പബ്ലിക് ഗ്രൂപ്പിൽ വരുമ്പോൾ ഞാൻ എന്നുള്ളൊരാളായിരുന്നെങ്കിൽ ഞാനത് ഡിഫെൻഡ് ചെയ്യും. എനിക്ക് ഇങ്ങനത്തെ ഒരു കോൺവെർസേഷൻ പബ്ലിക് ഒരു സ്ഥലത്ത് വേണ്ട,
അതെൻ്റെ ബൗണ്ടറിയാണ്. ഐ എം കീപ്പിംഗ് ദാറ്റ് ബൗണ്ടറി. അത് ഇൻ എ ഹെൽത്തി വേ സംസാരിക്കാം, പ്രശ്നമൊന്നുമില്ല. അതിലിപ്പോൾ അടിയല്ല, ലൈക്ക് ആവശ്യമില്ല എന്നുള്ള സംസാരം. എനിക്ക് തോന്നുന്നത് നല്ലൊരു പെർസ്പെക്റ്റീവ് ആണ് ഇന്നത്തെ കമ്മ്യൂണിറ്റിയിൽ. അതായത് ആ സീൻ ആദ്യം ചെയ്തപ്പോൾ അങ്ങനെ ആയിരുന്നില്ല, ഇച്ചിരി കോമഡി ആയിട്ട് ഹാൻഡിൽ ചെയ്തത്. പക്ഷെ ഇവള് പറഞ്ഞു ഞാൻ ആ സീനിൽ അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഡിഫെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുമ്പോൾ അതാണ് റൈറ്റ്. അവരത് ചെയ്യുന്നുണ്ടെങ്കിൽ സീൻ അങ്ങനെ തന്നെ വരണം എന്ന് തോന്നി. ഇവള് പറഞ്ഞതുകൊണ്ട് നമ്മളത് അപ്പം അന്ന് ഷൂട്ടിന് തലേദിവസം ഒന്ന് മാറ്റി സെറ്റാക്കി. കാരണം തലേദിവസം ഞങ്ങൾ ടെസ്റ്റ് അടിച്ചിരുന്നു, ജസ്റ്റ് നമ്മളിങ്ങനെ അന്ന് ഷൂട്ട് ചെയ്തില്ലെന്ന് തോന്നുന്നു, നമ്മൾ അങ്ങനെ എന്തായിരുന്നു. ഓക്കെ. അത് കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇച്ചിരൂടെ എന്തായിരുന്നു ഹ്യൂമർ ഉണ്ടായിരുന്നു. പക്ഷെ ലാസ്റ്റ് ആയപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു അവിടെ ഹ്യൂമറിൻ്റെ ആവശ്യം അവിടെ ഇല്ല. ആ ക്യാരക്ടറിൻ്റെ ഒരു ഫുൾഫിൽമെൻറ്റ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം അത് അങ്ങനെ തന്നെ പോകണമെന്ന് നോക്കി ലാസ്റ്റ് ആയപ്പോൾ അത് ഇൻടാക്റ്റ് ആക്കി വെക്കുക ചെയ്തത്. സോ ഞാൻ ചിന്തിക്കുകയും ചെയ്തായിരുന്നു ആ ഡയലോഗിന് അവിടെ ഒരു പ്രത്യേകമായിട്ട് അന്നേക്കുള്ള ഒരു ബേസിക്കലി ഞാനും ഒരു ഡെപ്ത് വന്നു അല്ലേ, നോട്ട് ജസ്റ്റ് ഒരു അത്രയും ദിവസം നേരം ഒരു ഷാലോ ആയിരുന്നെങ്കിൽ അവിടെ ഒരു ഇമ്പാക്ട് കൊണ്ടുവന്നു. അത് കോമഡി ആയിരുന്നെങ്കിൽ വരത്തില്ല. അതെ, അത് തുടക്കത്തിൽ ഞാനും വേറെ തോട്ടായിരുന്നു. നീ വന്ന് ഇന്നായി, ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഞാനും മാറി. അപ്പൊ ന്യൂ ലേണിംഗ് ആണ്. എനിക്കും അത് ഈ പറഞ്ഞ മാതിരി ഞങ്ങൾ ആദ്യത്തെ ദിവസം ഡിസ്കസ് ചെയ്തപ്പോൾ എനിക്കത് റിലേറ്റബിൾ അല്ല. ഞാൻ ആ സ്ക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യണം, അങ്ങനത്തെ ഒരു ഫീൽ ആവും. അപ്പം ഞാൻ ഇത് ശരിയാവൂല, ഞാനത് ഫേക്ക് ചെയ്യേണ്ടി വരും. അപ്പോഴാണ് ഡിസ്കസ് ചെയ്തത്. എനിക്ക് ഷാരൻ ബ്രോ എനിക്ക് ശരിയാവണില്ല, ലൈക്ക് ഞാനാണ് ആ ഡിസ്കഷൻ എന്നുണ്ടെങ്കിൽ അന്ന എന്നുള്ളൊരു ക്യാരക്ടറിന്ന് സ്പീക്ക് ചെയ്യണു, ഞാനെന്നൊരാളെന്ന് സ്പീക്ക് ചെയ്യുമ്പോഴും ഈ പറഞ്ഞ മാതിരി ഇറ്റ് വുഡ് ബി ബെറ്റർ അതൊരു ഇവിടെ താല്പര്യമില്ല, അത് ബൗണ്ടറി, അത് കട്ട് ചെയ്തു എന്നുള്ളൊരു സംഭവം. അതുകൊണ്ട് അങ്ങനെ കുറേ മൊമെന്റ്സ് ഉണ്ട് അന്നേക്ക്. ഈവൻ മറ്റേ നമ്മൾ ആദ്യം അടി ഉണ്ടാവുമ്പോൾ എടിബയോ വന്നിട്ട് നമ്മൾ അടി ഉണ്ടാക്കുന്ന സമയത്ത് അന്ന എൻ്റെ കാര്യം എനിക്ക് നോക്കാറിയാം. അതൊക്കെ അന്നയുടെ ഒരു ക്യാരക്ടർക്ക് ഒരു ഇതാണ്, പ്ലസ് പോയിന്റ് ആണ് ഇൻ എ വേ. കാരണം അന്ന സൈലന്റ് ആണ്, അവരവരുടെ കാര്യം നോക്കും, എല്ലാവരുമായിട്ട് ഫണ്ണാണ്. പക്ഷെ എൻ്റെ കാര്യം ഞാൻ നോക്കും എന്നുള്ള സംഭവം. അതുകൊണ്ട് നല്ലൊരു ക്യാരക്ടറായിരുന്നു. താങ്ക് യു. അതെ അതെ, നല്ലൊരു ക്യാരക്ടറായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു ലേണിംഗ് നമ്മൾ കുറേ സംഭവങ്ങളുണ്ട് നമ്മൾ ഇപ്പോഴും അൺലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് കമ്മിങ് ടു കാനഡ ഒരുപാട് കൾച്ചറൽ ഷോക്സ്, അല്ലെങ്കിൽ നമ്മൾ ഇതാണ് ശരിയെന്ന് വിചാരിച്ചിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അൺലേൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ ഒരു കാര്യം ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബിഗ്ഗസ്റ്റ് അൺലേൺ സംതിങ് ദാറ്റ് യു അൺലേൺ ദാറ്റ് മെയ്ഡ് എ ബിഗ് ഇമ്പാക്ട് ഇൻ യുവർ ലൈഫ്, ഇൻ യുവർ റിയൽ ലൈഫ്, അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ what would you say? എല്ലാം ടഫ് ആണല്ലോ ദൈവമേ. ഞാനിവിടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഓക്കെ, അൺലേൺ ചെയ്യുക എനിക്ക് തോന്നുന്നു അതെൻ്റെ ജോബും കൂടി റിലേറ്റഡാണ്. ഞാൻ സെയിൽസിലാണ് വർക്ക് ചെയ്യണത് ഫുൾ ടൈം അപ്പാർട്ട് ഫ്രം ഓൾ ദിസ്. അതിൽ മെയിനായിട്ട് ഞാൻ പഠിച്ചത്, ഈവൻ എസ്പെഷ്യലി കാനഡയിൽ ഇത്ര കൾച്ചർ ഉള്ളത് കൊണ്ട് ആരും പ്രീ ജഡ്ജ് ചെയ്യരുത് എന്നുള്ളൊരു സംഭവം ഞാൻ പഠിച്ചിട്ടുണ്ട്. നാട്ടിൽ നമ്മൾ കുറേ ജഡ്ജ്മെന്റ്സ് കേട്ട് വരുന്നതാണ്, അല്ലെങ്കിൽ ജനറലി ഇൻ സൊസൈറ്റി, നാട്ടിൽ മാത്രമല്ല ജനറലി ഇൻ സൊസൈറ്റി നമ്മൾ ഒരാളെ കാണുമ്പോൾ ഓ ഇവരിങ്ങനെയാണ്, നോട്ട് ഇൻ എ ബാഡ് വേ. ചിലവരെ നമ്മൾ ചിലപ്പോൾ കൂടുതൽ അടിപൊളിയായിട്ട് കാണും, ഓ ഇതിങ്ങനെ ഡ്രസ്സപ്പ് ചെയ്യണോണ്ട് ഇതിങ്ങനെ അടിപൊളിയാണെന്ന സംഭവം. അതുകൊണ്ട് ആ പ്രീ ജഡ്ജ്മെന്റ് എന്നുള്ള സംഭവം പാടില്ല എന്നുള്ളത് ഞാൻ പഠിച്ചിട്ടുണ്ട്. ലൈക്ക് ടോക്ക് ടു ദം, നമ്മൾ 1-to-1 കോൺവെർസേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് വിചാരിക്കുന്നു അത് നമ്മുടെ സംഭവമാണ്. അത് ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ലൈക്ക് സെയിൽസ് അത് നമ്മൾ എന്ത് ചാൻസ് കിട്ടിയാലും ചോദിക്കണം, നമ്മളെ വിൽക്കാൻ നോക്കണം. അത് ചിലപ്പോൾ വലിയ ബിസിനസ്സിൻ്റെ ഓണറായിരിക്കാം, നമുക്കറിയില്ല. സോ ആ പ്രീ ജഡ്ജിങ് സംഭവം പാടില്ല എന്നുള്ളൊരു കാര്യം ഇവിടെ വന്ന് പഠിച്ചതാണ്. അപ്പൊ ഈ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് തിരുത്തി എഴുതേണ്ട ഒരു തോന്നുന്നല്ലേ? ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് വാലിഡ്. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് first not impression. always the best. Not always right. It's not a lasting impression. Let's keep it like that. എന്താലേ കണ്ടോ, നമ്മൾ ഏത് മൂഡ് പിടിക്കുക, വീണ മുതൽ ധന്യവർമ്മ വരെ. ഒന്ന് കരയിക്കുകയും കൂടി ചെയ്താൽ ഓക്കെ, ഇനി അടുത്തത്. ഓക്കെ, എന്തിപ്പോ ചോദിക്കാം. ഓക്കെ, പുതിയ വർക്കുകൾ എന്തൊക്കെയാണ് സച്ചു? പുതിയ വർക്ക് ഇപ്പൊ നിലവിലൊന്നും വന്നില്ല. പ്ലാൻ ചെയ്യാനുണ്ട്. ഇപ്പോ ഡയറക്ഷൻ ചെയ്യാനുള്ളൊരു ഡെയിലി നടക്കുന്നുണ്ട്. പിന്നെ ഈ നമ്മളെല്ലാരും വേറെ വർക്ക് ചെയ്തോണ്ടാണല്ലോ, ഇതിപ്പോ വീക്കെൻഡ്സ് മാത്രം ചെയ്യുവാണല്ലോ. അപ്പൊ ആ വർക്ക് ലോഡ് ഒക്കെ ഉണ്ട്, നമുക്കൊന്ന് ഇരുന്ന് എഴുതാനോ അതിനകത്ത് ഫോക്കസ് ചെയ്യാനോ ഭയങ്കര പാടാണ്. എപ്പോഴെങ്കിലും റിഗ്രറ്റ് ചെയ്തിട്ടുണ്ടോ കാനഡ? ഫുൾ ടൈം അത് ഞാൻ ശരിക്കും തോന്നുന്നുണ്ട്. ഇപ്പൊ നിർമ്മല ഓൾറെഡി നാട്ടില് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളല്ലേ,
ഇപ്പം ഇവിടെ കാനഡയിൽ വന്ന് ഇത്രയും സമയം വെറുതെ കളയണ്ടായിരുന്നു, ആ സമയം കൂടെ നേരത്തെ സിനിമയിൽ കയറിയിരുന്നെങ്കിൽ ചിലപ്പം എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊരു അങ്ങനെയില്ല. തോന്നുന്നുണ്ടോ? ഇപ്പൊ കാനഡ വന്നുകൊണ്ടാണ് പല കാര്യങ്ങളും നമ്മൾ ലൈഫ് ലെസൺസ് ഒത്തിരി ഉണ്ടായി. അപ്പൊ ഇത് ഭാവിയിലേക്ക് എന്നെ സഹായിക്കുമെന്ന് എനിക്കൊരു തോന്നലുണ്ട്. ഇപ്പൊ കാനഡ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ ലൈഫ് ലെസൺസ് ഒന്നും ഉണ്ടാവില്ലായിരുന്നു. നമുക്കിപ്പോൾ വന്നില്ലായിരുന്നെങ്കിൽ എന്താ സംഭവിക്കാന്ന് അറിയില്ലല്ലോ. വന്നുകൊണ്ട് എനിക്ക് ഇത്ര ലൈഫ് ലെസൺസ് എങ്കിലും ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഇതെനിക്ക് ഭാവിയിൽ എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിലോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു ഭാവിയിൽ ക്യാരക്ടറൊക്കെ കിട്ടുമോ അങ്ങനെയൊന്നും അറിയില്ല. അങ്ങനെ കിട്ടുവാണെങ്കിൽ എനിക്ക് അതിനെ ഉപയോഗിക്കാം. അപ്പോൾ ഒത്തിരി ലൈഫ് ലെസൺസ് ഉണ്ടായിട്ടുണ്ട് കാനഡ വന്നുകൊണ്ട്. ഇപ്പോൾ കാനഡ വന്നുകൊണ്ട് റിഗ്രറ്റ് ചെയ്യുമെന്ന് ഞാൻ പറയുന്നത്, എനിക്ക് എൻ്റെ പാഷനെ ഫോളോ ചെയ്യാൻ വിചാരിച്ച പോലെ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. അത് എല്ലാവർക്കും ഉള്ള റിഗ്രറ്റ് ആയിരിക്കാം. മീൻസ് കാരണം നമ്മളെല്ലാവരും നമുക്ക് നമ്മുടെ എന്താ പറയുക പേച്ചക്ക് ടു പേച്ചക്ക് ആണല്ലോ ജീവിക്കണേ. അപ്പോൾ ഈ വീക്കെൻഡ്സിലേക്ക് നമ്മൾ എന്തെങ്കിലും എഴുത്തൊക്കെ മാറ്റി വയ്ക്കുമ്പോൾ അവിടെ വേറെ നമുക്ക് ഇത് വരും. അപ്പോൾ അതൊന്നും അങ്ങ് മുമ്പോട്ട് പോകാത്തപ്പോൾ ഒരു റിഗ്രറ്റ് അടിക്കും. നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല ആ റിഗ്രറ്റേ ഉള്ളൂ. അല്ല കാനഡ വന്നതുകൊണ്ട് വേറെ അങ്ങനെ റിഗ്രറ്റ് ഒന്നുമില്ല. കുര്യാക്കോസ്, കണ്ടന്റ് ക്രിയേഷൻ, ഓക്കെ, ഇപ്പം സിനിമയിലോട്ട് എത്താൻ അല്ലെങ്കിൽ എന്താ പറയുക ശരിക്കും സിനിമാ മോഹികൾക്ക് ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആവണം എന്നുള്ളതൊരു നെസസിറ്റി ആയിട്ട് തോന്നുന്നുണ്ടോ? നെസസിറ്റി അല്ല, പക്ഷെ അതിപ്പോൾ ഒരു ഫാക്ടറാണ്. മീൻസ് ഇപ്പം അവർക്ക് സെലക്ട് ചെയ്യാൻ ഇപ്പോൾ സിനിമയിൽ ഒരു ക്യാരക്ടർ വരികയാണ്, ആ ക്യാരക്ടറിൽ അവർക്ക് ചൂസ് ചെയ്യാനായിട്ട് ഇപ്പോൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ചൂസ് ചെയ്യാൻ ഒരു ഫാക്ടറാണ്. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം മിമിക്രി കാണിക്കുന്നവർ ഇപ്പോൾ കലാഭവൻ അവിടെ നിന്നൊക്കെ ആൾക്കാർ പിക്ക് ചെയ്യുമായിരുന്നു. അതിങ്ങനെ എനിക്കൊന്ന് ഓരോ സമയത്ത് ആ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോഴത്തെ ആ ട്രെൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുക. അപ്പോൾ അതെന്ന് വെച്ചാൽ നമ്മുടെ ഡെയിലി ലൈഫിൽ ഇതിങ്ങനെ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ആൾക്കാർ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് തോന്നും ഓക്കെ ഇവരെ അവിടെ കൊണ്ടുവരാം, അപ്പോൾ ഇവരെ ഫോളോ ചെയ്യുന്ന ഒരു ഓഡിയൻസ്, ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസ് തിയേറ്ററിൽ വരുന്നു. അത് ശരിക്കും വാഴ എന്ന് പറഞ്ഞ സിനിമയിൽ വർക്ക് ആവുകയും ചെയ്തു. ഹാഷിറിനെ കൊണ്ടുവന്നപ്പം ആ സിനിമയിലെ മെയിൻ ആക്ടേഴ്സ് വേറെ ആൾക്കാരാണ്, പക്ഷേ ഹാഷിർ ഉണ്ട് എന്ന് വെച്ചിട്ട് കുറേ ആൾക്കാർ വന്നു. അപ്പോൾ ആ സിനിമ അവിടെ വർക്കായി. എനിക്കൊന്ന് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വാഴ 2-ലാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. അതുപോലെ വേറൊരു സിനിമ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനകത്താണെങ്കിൽ അമീനും ടീമും അവർ ഫുള്ളി സെലക്റ്റഡ് ആയി. അങ്ങനെ എനിക്കൊന്ന് ഇപ്പോൾ അതൊരു ഫാക്ടറാണ് ഇവർക്ക് സെലക്ട് ചെയ്യാനായിട്ട് എളുപ്പം പിക്ക് ചെയ്യാം. അതെനിക്കൊന്ന് ജിത്തു മാധവന്റെ സിനിമകളിലും ഉണ്ട് അങ്ങനെ. അതായത് പുള്ളി യൂട്യൂബിൽ നിന്ന് ഒരാളെ എടുക്കും, ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഒരാളെ എടുക്കും, അങ്ങനത്തെ പരിപാടി പുള്ളി ചെയ്യും. പക്ഷെ അത് ആക്ച്വലി നല്ലതാണ്. അപ്പം അവരെ ഫോളോ ചെയ്യുന്ന ഓഡിയൻസിന് ഈ സിനിമ കാണാൻ ഒരു ഇതാണ്. ഓക്കെ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാൾ സിനിമയിൽ വന്നു, അപ്പോൾ പോയി കാണും. ഇപ്പോൾ ഗെയിമിങ്ങിൻ്റെ ഹിപ്സ്റ്ററിനെ ഫോളോ ചെയ്ത ആൾക്കാർക്ക് ഓക്കെ ഞങ്ങൾ ഫോളോ ചെയ്ത ആൾ സിനിമ വന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഒരു ഫാക്ടറാണ് ഇപ്പം ഈ പരിപാടി. ഈ ഐഡിയാസ് സാച്ചുറേറ്റഡ് ആവുന്നുണ്ട്. ഇപ്പം ഒരു കൺസ്യൂമർ ഈ കണ്ടന്റ്സ് ഒക്കെ കൺസ്യൂമർ ചെയ്യുന്ന ഒരു ആളെന്ന രീതിക്ക് വി ഗെറ്റ് ബോർഡ് ഓഫ് കണ്ടന്റ്സ് ലൈക്ക് വെരി ഈസിലി. കുറച്ച് റിപ്പീറ്റേഷൻ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് വേണമെങ്കിൽ അൺഫോളോ വരെ ആൾക്കാരെ ചെയ്യും അല്ലേ, അല്ലെങ്കിൽ നമ്മൾ നോട്ട് ഇൻട്രസ്റ്റഡ്, ഡോണ്ട് സജസ്റ്റ് ഒക്കെ നമ്മൾ കൊടുക്കും. അപ്പോൾ ഈ സാച്ചുറേഷൻ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? വെർ ഡു യു ഗെറ്റ് ദിസ് ഇൻസ്പിറേഷൻസ് ഫ്രം? ഞാനിപ്പോൾ കൺസിസ്റ്റൻ്റ് അല്ല, പക്ഷേ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഐഡിയാസിന് ക്ഷാമം വരത്തില്ല. കാരണം നമ്മുടെ തല ഫുൾ അങ്ങനെ വർക്കാവുന്നത്. അതായത് നമ്മുടെ തല ഇങ്ങനെ വർക്കാവും. ഇപ്പം ഞാനിപ്പോൾ ഒരു വീഡിയോ ഇപ്പോൾ ഒരു 5 വീഡിയോ അടുപ്പിച്ച് ചെയ്തു എന്ന് വെച്ചു, ഈ 5 വീഡിയോയ്ക്കും കമൻറ്റ്സ് വരുന്നുണ്ട്, ആൾക്കാർ നല്ല റെസ്പോൺസ് വരുന്നുണ്ടെങ്കിൽ എൻ്റെ തല അങ്ങനെ വർക്കാവും. അപ്പോൾ പിന്നീട് ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഇപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിച്ചൊരു കോമഡി ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് കണ്ടന്റ് ആയിട്ട് വരും. ഇപ്പോൾ നിർമ്മു ഇപ്പം എന്നെ വിളിച്ച ഒരു സങ്കടം പറയാന്ന് വെച്ചോ, ആ സങ്കടം എനിക്ക് കണ്ടന്റ് ആയിട്ട് മനസ്സിൽ വരുത്തുള്ളൂ. അതാ ഞാൻ പറഞ്ഞേ. അപ്പം നമ്മുടെ തല അങ്ങനെ വർക്കാവും. പലരുടെയും ജീവിതം വെച്ച് എൻ്റെ ജീവിതം വെച്ച് ഞാൻ കാശാക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്കെന്നല്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ചെയ്തോണ്ടിരിക്കുമ്പോൾ നമ്മുടെ തല അങ്ങനെ വർക്കാവും. നമുക്ക് കാണുന്നതും കേൾക്കുന്നതും എല്ലാം അങ്ങനെ ഇതാവും. ജിതിനോട് ഞാൻ നേരത്തെ ചോദിച്ചത് ക്വസ്റ്റ്യൻ, ഐ എം ജസ്റ്റ് പുട്ടിങ് ഇറ്റ് ഇൻ എ ഡിഫറെന്റ് വേ. വാട്ട് ഈസ് ഹോൾഡിങ് യു ബാക്ക്? ഇപ്പം നീ ഭയങ്കര എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള ഭയങ്കര ക്യാമറ പ്രസൻസ് ഉള്ള ഒരാളാണ് അല്ലേ? ആ ഒരു എന്താ പറയുക, നമ്മൾ ഇവൻ അവിടെ സ്ക്രീനിൽ നിൽക്കുമ്പം ആളുടെ പെർഫോമൻസ് കൊണ്ടും എക്സ്പ്രഷൻസ് കൊണ്ടും നമ്മൾ എന്തായാലും നോട്ടീസ് ചെയ്യുന്ന ഒരു ആളാണ്. വാട്ട് ഈസ് ഹോൾഡിങ് യു ബാക്ക്? എന്താണ് ഇങ്ങനെ റീൽസ് ഒന്നും ചെയ്യാത്തത്? എന്താണ് റീലോളി ആവാത്തത്? സത്യം പറഞ്ഞാൽ റീലോളി ആവാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നാട്ടിലുണ്ടായിരുന്നപ്പം ഇപ്പോൾ ബ്രോ പറഞ്ഞ പോലെ ഇപ്പം ഇവിടെ വന്നതുകൊണ്ട് പഠിച്ച കുറേ പാഠങ്ങളും ഇവിടെ വന്നതുകൊണ്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുമുണ്ട്. നാട്ടിലുണ്ടായിരുന്നപ്പം ഞാനൊരു ഷോർട്ട് ഫിലിമിലോ ഒന്നിലും ഞാൻ അങ്ങനെ അഭിനയിക്കുകയോ ഒരു കാര്യം ഞാൻ ചെയ്തു. പക്ഷെ ട്രൈ ചെയ്തിട്ടുണ്ടോ? ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ഈ നാടകത്തിലൊക്കെ ഇങ്ങനെ ചുമ്മാ മറ്റേ കൊമാല പിന്നെ പാൽക്കാരനൊക്കെ ആയിട്ട് നാടകത്തിലൊക്കെ അഭിനയിക്കുമായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചുമ്മാ ക്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ആ ഒരു ടൈപ്പിൽ മാത്രമായിരുന്നു. പക്ഷേ ഇതിനോടൊരു ആഗ്രഹവും ഒരു ഇതുമൊക്കെ തോന്നി തുടങ്ങിയത് സത്യം പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് സഞ്ജയും റിബിനും ഒക്കെ എൻ്റെ 2 ഫ്രണ്ട്സാണ്. അവർ ഇങ്ങനെ നമുക്ക് റീല് ചെയ്യാം, ചുമ്മാ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങിയ ഒരു കാര്യമാണ് ശരിക്കും ആക്ടിങ് എന്ന് പറഞ്ഞിട്ട്. ടിക്ടോക്കിലായിരുന്നു, ഇൻസ്റ്റഗ്രാമിലായിരുന്നു. ഇൻസ്റ്റഗ്രാമില് മറ്റേ ഏതോ പൊറിഞ്ചുമറിയും ജോസിന്റെ ഏതോ ഇങ്ങനെ ഞങ്ങൾ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു.
പിന്നെ അത് ഇപ്പം ഈ പറഞ്ഞ പോലെ പട്ടി പണിയെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ശനി ഞായർ കിട്ടുന്ന ഒരു സമയത്ത് ഒന്നൊരു എൻജോയ്മെന്റ് എന്ന് പറഞ്ഞ് പോകാൻ എല്ലാ ശനി ഞായറും ഞങ്ങൾ പോകുന്നു റീൽസ് ചെയ്യുന്നു അങ്ങനെ ഒരു ഇതിൽ നിന്ന് പിന്നെ എന്നെ ഈ ഒരു ഇതിലേക്ക് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഥുനാണ്. മിഥുൻ ഋതുഭേദങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഒന്ന് വിളിച്ച് ചുമ്മാ ഒന്ന് വന്ന് നോക്കുമെന്ന് മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ. വന്ന് ഞാൻ തറവാട്ട് റെസ്റ്റോറൻറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എന്നോട് പറയണത്, ആ പഴംപൊരി സാധനം ഒന്ന് ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇതൊന്ന് പറയാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പഴംപൊരി സാധനം കൊണ്ടുവച്ചിട്ട് പറഞ്ഞു. പിന്നെ അവിടുന്നാണ് എന്നെ ഓക്കെ നമുക്കിത് ചെയ്തു നോക്കാം എന്നുള്ള രീതിയിലേക്ക് ഇത് വരുന്നത്. അപ്പം ശരിയാണ്, ജോലിയുടെ ഒരുപാട് സ്ട്രെസ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ എനിക്കൊരു സമയമുണ്ട്. എനിക്ക് തോന്നുന്നു ഒത്തിരി ഷാരോൺ ബ്രോയും ലാസ്റ്റ് ഡബിൻ്റെ ഒരു 2-3 സാധനങ്ങൾ കിട്ടാൻ വേണ്ടി കാംബ്രിഡ്ജിൽ നിന്ന് ടൊറന്റോ മാർക്കത്ത് വന്ന് വീട്ടിൽ കൊണ്ടുവന്ന് മറ്റേ ഞാൻ നോക്കിയപ്പോൾ വീട്ടിലേക്ക് മറ്റേ പാർക്കിങ്ങിൽ നിന്ന് ബ്ലാങ്കറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ട് ഓക്കെ ഡബ് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ റൂമിൻ്റെ ഉള്ളിലാണ് ചെയ്യുന്നത്. പൊടിയും പുകയൊക്കെ പറപ്പിച്ചോണ്ടൊരു കൂട്ടം വരുന്നുണ്ട്. ശരിക്കും ഞാൻ തന്നെ ശരിക്കും അന്തം വിട്ടു. ഞാൻ വിചാരിച്ചത് ബ്രോ വരുന്നു, മൈക്ക് കൊണ്ടിരുന്നു, ഓക്കെ ഡബ് ചെയ്യുന്നു, പോകുന്നു. ഞാൻ നോക്കിയപ്പോൾ ഒരു ഫുള്ള് കാർഡൊക്കെ ഈ സാധനം ഇവിടെ ഒട്ടിക്കും, ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇത് മുഴുവൻ പറയും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ആകെ പേടിപ്പിച്ചു. പക്ഷെ ആ ഒരു ഡെഡിക്കേഷൻ അത് ഉണ്ടായി വരിക എന്ന് പറയുന്നത് തന്നെ, അതിൻ്റെ ഒപ്പം ഒരു ക്രൂവിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ അതൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം അങ്ങനെ ഞാൻ ശരിക്കും ഒരു ആക്സിഡന്റൽ റൈറ്റർ എന്നൊക്കെ പറയുന്ന ഒരു ആക്സിഡന്റൽ ഇതിലേക്ക് എത്തിപ്പെട്ട ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ഒന്നിലും എന്നെ അങ്ങനെ കാണാത്തത്. അല്ലാതെ നത്തിങ് ഈസ് ഹോൾഡിങ് മീ ബാക്ക്. പക്ഷെ ഇനി ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. എനിക്ക് ആ ഒരു ഫ്ലോയോടൊപ്പം അങ്ങനെ അങ്ങ് പോകാനാണ് എനിക്കൊരു ഇഷ്ടം. ശരിക്കും ഇതില് ഈ ഒരു വർക്കിൽ ശരിക്കും ഇത് വർക്ക് ചെയ്യാൻ പറ്റിയത് തന്നെ എനിക്കിതൊരു ശരിക്കൊരു ട്രിബ്യൂട്ട് ടു ദ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് എന്നുള്ള രീതിയിലാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത്. കാരണം ഇതിൽ ഓരോ സീന് ഇന്ന് നമ്മൾ പ്രിവ്യൂവിൽ ഇരുന്ന് കണ്ടപ്പോഴാണെങ്കിലും എൻ്റെ കണ്ണ് നിറഞ്ഞ സിറ്റുവേഷൻസ് ഉണ്ട്. ശരി, ഞാൻ ഇതിൻ്റെ ഒരു പാർട്ടാണ്. പക്ഷേ എൻ്റെ കണ്ണ് നിറഞ്ഞ സിറ്റുവേഷൻസ് ഇതിലുണ്ടായിരുന്നു. ഇതിനകത്ത് ഞാൻ ചെയ്ത മൂത്താപ്പ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, എൻ്റെ വീട്ടിൽ ഞാൻ താമസിച്ചപ്പോൾ ഉണ്ടായിരുന്ന അക്ഷയ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട്. അവൻ ഈ ബാക്ക് ടു ബാക്ക് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ പല സിറ്റുവേഷൻസ് കൊണ്ടായിരിക്കും, പക്ഷേ അത് അങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷൻ. അവൻ്റെ ഹെൽത്ത് എന്നുള്ള രീതിയിലേക്ക് ഒരു ബുദ്ധിമുട്ടിലേക്ക് എത്തും എന്നുള്ളൊരു സിറ്റുവേഷൻ അവനെ 1-2 പേര് ഞങ്ങളുടെ വീട്ടിൽ തന്നെ താമസിക്കുന്ന ഒരു വഴക്ക് പറയാൻ തുടങ്ങിയപ്പോഴാണ് ശരിക്കും അവൻ ആ ഒരു ജോലിയുടെ ഒരു ഇത് നിർത്തുന്നത് തന്നെ. അപ്പം അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന നമ്മളൊക്കെ തന്നെ ആ ഒരു സ്ട്രഗിളിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അപ്പം അതിനകത്ത് ഓരോ ഷോർട്സ് കാണുമ്പോഴും അതിൻ്റെ ഒരു പാർട്ടാവാൻ പറ്റുക എന്ന് പറയുമ്പോഴും അത് ശരിക്കും ഒരു മെമ്മറബിൾ മൊമെന്റ്സ് ആയിരുന്നു. ആൻഡ് അത് ശരിക്കും ഒരു ട്രിബ്യൂട്ട് തന്നെയാണ്. ഓ മൈ ഗോഡ്, അത് ശരിക്കും എൻ്റെ ഒരു ബിഗ് സ്ക്രീൻ, ഇപ്പോൾ ബ്രോ പറഞ്ഞ പോലെ ഓർമ്മകൾ എന്നൊക്കെ പറയുന്ന പോലെ എൻ്റെ ബിഗ് സ്ക്രീൻ ഓർമ്മ എന്ന് പറയുന്നത് തന്നെ തിയേറ്ററിൽ പോകണം, തിയേറ്റർ കാണണം എന്നുള്ളൊരു ചെറുപ്പത്തിൽ ഉണ്ടാക്കിയൊരു വഴക്കിൻ്റെ ഇതിൽ പപ്പ എന്നെ തിയേറ്ററിൽ കൊണ്ട് കയറ്റുമ്പോൾ ഞാൻ ആദ്യം കാണുന്നത് രാവണപ്രഭുവിനാണ് പോകുന്നത്. ആദ്യം കാണുന്നത് പടം തുടങ്ങിയിട്ടാണ് ചെല്ലുന്നത്. കഥകൾ തുറന്നങ്ങോട്ട് കയറി ചെന്ന് ഞാൻ സ്ക്രീനിൽ ഫസ്റ്റ് കാണുന്നത് മറ്റേ ആ പുള്ളിയുടെ ലാലേട്ടൻ്റെ കാർ ഇങ്ങനെ വന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ സ്റ്റോപ്പ് സൈനെ കൊണ്ടങ്ങോട്ട് നിർത്തിയിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ട് വരുന്ന സവാരി ഗിരിഗിരി എന്ന് പറയുന്ന ആ ഒരു എല്ലാ റോഡിലെ അടിവാകറ എന്ന് പറയുന്ന ആ ഒരു സാധനം, അതാണ് എൻ്റെ ഉള്ളിൽ ഒരു സ്ക്രീനെ കിടക്കുന്ന ഫസ്റ്റ് ഒരു ഇതെന്ന് പറയുന്നത്. അങ്ങനത്തെ പക്ഷേ അങ്ങനെ കണ്ടോണ്ടിരുന്ന ഒരു സ്ക്രീനില് പെട്ടെന്ന് നമ്മുടെ മുഖം വരിക എന്ന് പറയുമ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്. ചിലപ്പോ നമ്മള് തിയേറ്ററിലൊക്കെ പോകുമ്പോൾ കാണത്തില്ല ഈ പരസ്യം കൊടുത്തിട്ട് നമ്മുടെ പേര് ഫോട്ടോ ഒക്കെ കൊടുക്കാന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. എപ്പോഴും ഒരു ഫോട്ടോ കൊടുത്തിട്ട് ചുമ്മാ വരുമ്പോ ഞാനിങ്ങനെ ഒന്ന് ഇരുന്നു. ശരിക്കും ഇന്ന് സലിംകുമാറിന്റെ മറ്റേ ഇതിലെ സിറ്റുവേഷൻ പോലെ ഇന്ന് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം എന്റെ തൊട്ടിപ്പുറത്ത് സോജ ചേട്ടനൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇത് വരുമ്പോ ഇത് വർക്ക് ആവുന്നുണ്ടോ എന്ന് എനിക്ക് അറിയണമല്ലോ. ഞാൻ നോക്കും, സോജേട്ടൻ ചിരിക്കുന്നുണ്ട്, ആ ഒരു ഫീലായിരുന്നു എനിക്ക് ആ ഒരു സ്ക്രീനിൽ കണ്ടപ്പോൾ. ഒരുപാട് സന്തോഷം. നമ്മൾ വിചാരിക്കാത്ത കൊറേ സ്ഥലത്ത് ചിരി വരുന്നുണ്ടായിരുന്നു അല്ലേ? അതൊക്കെ ഒരു ഫോട്ടോ മാറുമ്പോ ഒരിക്കലും ഒരു കോമഡി സീനായിട്ട് ഞാൻ വിചാരിച്ചിട്ടില്ല, പക്ഷെ അതിന് ചിരിച്ചു. ആൾക്കാർ ചിരിക്കുന്നുണ്ടായിരുന്നു. എനിക്കത് റിലേറ്റബിൾ ആ, എല്ലാവരും അങ്ങനെ ചെയ്യുന്നതല്ലേ. കാര്യങ്ങളെല്ലാം പറയുന്നത് ചിരി ഉണ്ടായിരുന്നു. എല്ലാ ഡയലോഗുകൾക്കും ഐഡിയ ഉണ്ടായിരുന്നു. എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നേരത്തെ നമ്മളിങ്ങനെ കൾച്ചറിന്റെ ഭാഗമായിട്ട് അൺലേൺ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചില്ല. അപ്പൊ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, നാട്ടിലാണെങ്കിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ട്,
ഓക്കെ കാനഡയിൽ പോകുന്നു, കാനഡയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അല്ലെങ്കിൽ അതാണ് ഇങ്ങനെയാണ് എന്നുള്ളൊരു രീതിയിലൊക്കെ ഒരു മിഥ്യാധാരണയുണ്ട്. പക്ഷേ വൺസ് ഇവിടെ പിയേഴ്സണിൽ വന്ന് ഇറങ്ങി അല്ലെങ്കിൽ ഏത് എയർപോർട്ടിലാണോ വന്ന് ഇറങ്ങി അവരുടെ അവിടെ പോയി അവരുടെ ലൈഫ് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ശരിക്കും എക്സാക്ട്ലി നമുക്ക് ആ ഒരു പൾസ് നമ്മുടെ ശരിക്കും മനസ്സിലാകും. നമ്മൾ ഇവിടെ അൺലേൺ ചെയ്യുന്ന എൻ്റെ ലൈഫ് വെച്ച് നോക്കാനെ തന്നെ ഞാൻ ഇവിടെ അൺലേൺ ചെയ്ത കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ എനിക്ക് കാനഡ വന്നിട്ടുള്ളത്. ഞാൻ ഇന്നും ഞാൻ എടുത്ത ആ ഒരു ഡിസിഷനിൽ ശരിക്കും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ ശരിയാണ്, ഞാൻ ഡിസഗ്രി ചെയ്യല്ല, പക്ഷേ എനിക്ക് എന്താ പറയുക ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ശരിക്കും റിഗ്രറ്റ് ചെയ്യുന്നില്ല ഞാൻ അവിടുന്ന് പോന്നു എന്നുള്ളൊരു കാര്യത്തിൽ. എന്താ പറ്റി? ഇവൻ ഒരു റിഗ്രറ്റ് എന്തായാലും ഉണ്ട്, പക്ഷെ ഹീസ് നോട്ട് റിഗ്രറ്റഡ്. സിനിമ അപ്പം ഹാപ്പി. അതാ ഞാൻ പറഞ്ഞ ഇവിടെ വന്നതുകൊണ്ട് സംഭവിച്ച കാര്യങ്ങളിൽ ഒന്നാണ് ശരിക്കും ഇത്. അതെ, ചില നാട്ടിലാണെങ്കിൽ ഇതുപോലെ ഒരു ഇത് കിട്ടിയെന്ന് വരുന്നില്ല. ഓക്കെ, അത് വെച്ച് നോക്കുമ്പോ അതെ ഇതിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എന്താ പറഞ്ഞു വന്നത് എനിക്കൊരു മനസ്സിലായി. പ്രേക്ഷകർക്ക് മനസ്സിലായി. ഞങ്ങൾക്ക് മെസ്സേജ് അയക്കും. എല്ലാവരും ചോദിക്കട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കിൻഡൽ ക്രിയേറ്റീവ്സിന്റെ പ്രൊഡക്ഷൻ? എങ്ങനെ ഉണ്ടായിരുന്നു? പ്രൊഡക്ഷൻ അത് പറയേണ്ട കാര്യമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഷൂട്ടിന് വരുന്നതിനേക്കാളും വലുത് ഇന്ന് വെറൈറ്റി ആയിട്ട് എന്തായിരിക്കും ഫുഡ് എന്നുള്ളതാണ്. ആഷ്ലി രാവിലെ അപ്പമാണോ പൊറോട്ടയാണോ? അതെ, ആഷ്ലി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും, എടാ ചായ വേണോ, എടാ പഴമ്പല് വേണോ, എടാ വിഴുന്നോണോ വേണോ, ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. രാത്രിയില് ഉറങ്ങാതെ പിടിച്ചിരിക്കേണ്ട ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ ആർട്ട് ഡയറക്ടർ ജെൻസി വന്നല്ലോ. ജെൻസി അന്ന് രാത്രി കഷായം കോഫി ഇട്ട് വന്നിട്ടുണ്ട്. ജെൻസി, ജിതിൻ, ഓസ്റ്റിൻ, നമ്മുടെ ജിഷ്ണു, ശ്രേയസ്, ചാക്കോച്ചി, ശ്രേയസ്, അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ടുക്ക് എ ഹോൾ വില്ലേജ് അല്ലേ. റിവൈൻഡിങ് ബാക്ക് ടു ദിസ് മോർണിംഗ്, നമ്മളൊരു ടീസർ ഇറക്കിയിട്ടില്ല, നമ്മളൊരു പാട്ട് ഇറക്കിയിട്ടില്ല, ഒരു പോസ്റ്റർ പോലും പ്രോപ്പർലി നമ്മൾ ഇറക്കിയിട്ടില്ല. ഇറ്റ്സ് ഓൾ ബൈ നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് ഇവിടെ പ്രീമിയർ ചെയ്യുക. എല്ലാവർക്കും തോന്നും ഷോർട്ട് ഫിലിം എന്നൊക്കെ പറയുന്നത് ഒരു പ്രീമിയർ ചെയ്യുന്ന അത് ഉങ്ങൾക്ക് കൊഞ്ചം ഓവറാ തിരിയില്ലെന്ന് ആൾക്കാർക്ക് തോന്നും. പക്ഷേ നമ്മുടെ ഒരു കമ്മ്യൂണൽ വാച്ച്, കാരണം നമ്മൾ അത്ര എൻജോയ് ചെയ്ത ഒരു പടമാണ്. അപ്പം അത് ഒരു 10-40 പേര് നമ്മുടെ കുറച്ച് നമ്മളെ വെൽവിഷേഴ്സ് എന്നുള്ള രീതിക്ക്, നമ്മുടെ ക്രൂ ആൻഡ് വെൽവിഷേഴ്സ് എന്നുള്ള രീതിക്കായിരുന്നു. പക്ഷെ നമ്മൾ ആ ഗൂഗിൾ ഫോം ഇട്ട് കഴിഞ്ഞപ്പം ഭയങ്കര ഓവർവെൽമിങ് റെസ്പോൺസ് ആയിരുന്നു. കുറച്ച് പേർക്ക് couldn't make it, but still നല്ല അത്യാവശ്യം പാക്ഡ് ആയിട്ടുള്ള ഒരു ഷോ ആയിരുന്നു. ഐ എം സ്റ്റിൽ റിവൈൻഡിങ്. എനിക്കിപ്പം അത് ഓർക്കുമ്പോൾ വി ഡിഡ് സംതിങ് ലൈക്ക് റിയലി ഗ്രേറ്റ് ആൻഡ് എല്ലാവർക്കും അത് കണക്റ്റ് ആയി. ഇവൻ മ്യൂസിക്കിന്റെ കാര്യം ഒരുപാട് പേര് എടുത്തു പറഞ്ഞതാണ്. അപ്പം ആരാണ്? ഷാരോൺ തന്നെ പറഞ്ഞോളൂ. അശ്വിൻ, ആര്യൻ, പിന്നെ നമ്മുടെ മിക്സിംഗ്. ഓക്കെ, ടെൽ us about them. അതിൻ്റെ സ്റ്റാർട്ടിങ് വരണം. അതായത് നിർമ്മല് ഇതിലിട്ട് വന്നപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു, ബ്രോ ഇത് നമ്മളൊരു ചെറിയ ബഡ്ജറ്റ് ചെയ്യാൻ പോണ സാധനം എന്ന് പറഞ്ഞു. ഇപ്പൊ നിർമ്മല് പറഞ്ഞു അപ്പം പറഞ്ഞു ബ്രോ സാധനം നമുക്ക് പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ എൻ്റെ കാര്യത്തിൽ നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് സെറ്റാക്കാം. പക്ഷേ പോസ്റ്റ് പ്രൊഡക്ഷനിൽ സൗണ്ടിൽ മര്യാദയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. എൻ്റെ വ്യക്തി കൂടെ അവിടെ കിട്ടും, കുഴപ്പമില്ല, സൗണ്ട് പക്ക വരണം. ഷമൽ ചാക്കോ എന്ന് പറഞ്ഞൊരു എഡിറ്ററുണ്ട് നാട്ടിൽ, പുള്ളിയായിട്ട് പരിചയമാണ് നിർമ്മലിന്. അങ്ങനെ നിർമ്മല് ഷമൽ ചാക്കോനെ കാണിച്ചു. ഷമൽ ചാക്കോ പറഞ്ഞു അശ്വിനാരും വന്നു കഴിഞ്ഞത് പൊളിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ അശ്വിനാരും അറിയത്തില്ല. അപ്പം ഞാൻ നിർമ്മല് പറഞ്ഞ സെറ്റ്, നാട്ടിൽ നിന്ന് സിനിമയിൽ വർക്ക് ചെയ്യുന്ന പുള്ളി എന്ന് പറഞ്ഞ സെറ്റ്, പുള്ളി പ്രേമത്തിലെ ഗിറ്റാറിസ്റ്റാണ് അതിനകത്ത്. അപ്പം ഇത്രയും വലിയ പുള്ളിയൊക്കെയാണ് സംഭവം. സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞത് പുള്ളി ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, അത് റിലീസാവുകയാണ്, കഥ ഇന്ന് വരെ എന്നൊക്കെ പറഞ്ഞു. കഥ ഇതുവരെ. അപ്പോൾ സിനിമ വർക്ക് ചെയ്ത ആളാണ്, എങ്ങനെ സംസാരിക്കാൻ, വർക്ക് എടുക്കുമോ എന്നൊക്കെ നോക്കി. പക്ഷേ പുള്ളി സെറ്റായിരുന്നു. സൗണ്ട് ഡിസൈൻ ചെയ്തത് KC സിദ്ധാർത്ഥനും ശങ്കരൻ AS ആണ്. അവരാണ് പ്രേമലും ഓഫീസർ ഓൺ ഡ്യൂട്ടിയൊക്കെ ചെയ്തത്. വിഷ്ണു സുജാതനാണ് സൗണ്ട് മിക്സ് ചെയ്തേക്കുന്നത്. പക്ഷേ ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ് ശരിക്കും മലയാളത്തിൽ സൗണ്ട് ഡിസൈനിനെ പറ്റി ആൾക്കാർ പറഞ്ഞു തുടങ്ങിയത് ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലാണ്. കിഷ്കിന്ദാകാണ്ഡത്തിൽ പുള്ളിയായിരുന്നു അല്ലല്ലോ, ഫേമസ് ആയിരുന്നു. സെറ്റ്. ഓക്കെ, അത് പറഞ്ഞു. അപ്പം നമ്മുടെ പടത്തിൻ്റെ എല്ലാം പറഞ്ഞ ഡീല് പറഞ്ഞ ശേഷമാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടിക്ക് ഭയങ്കര പേര് വരുന്നു. എല്ലാവരും വിഷ്ണു സുജാതൻ, ശങ്കരൻ AS, KC സിദ്ധാർത്ഥൻ എന്നൊക്കെ പറഞ്ഞു വന്നു. അപ്പം നമ്മൾ നമ്മുടെ പടം ചെയ്യുന്നത് വലിയ വലിയ ആൾക്കാരാടാ സെറ്റ്. കുഞ്ചാക്കോനെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സിനിമ പോലെ തന്നെ അവർ പക്ക സെറ്റ് ചെയ്ത് കറക്ഷൻസ് ഇത് വേണോ അങ്ങനെ വേണോ, നിങ്ങൾ ഉപയോഗിച്ച പാത്രം സെറാമിക് ആണോ പ്ലാസ്റ്റിക് ആണോ എന്നൊക്കെ ചോദിച്ച് സൗണ്ട് ഡിസൈൻ ചെയ്ത്
കറക്ഷനൊക്കെ ചെയ്ത് പക്ക സെറ്റാക്കി തന്നത്. അപ്പം അതിന്റെ ക്വാളിറ്റി നമ്മുടെ ഔട്ടിൽ കാണാനുണ്ട്. അപ്പം ബിഗ് കുഡോസ്. നമുക്കറിയാം ഇവിടുന്ന് നാട്ടിലോട്ട് അതെല്ലാം ഒന്ന് കോർഡിനേറ്റ് ചെയ്യുന്നത് ഭയങ്കര ഒരു ചാലഞ്ച് ആണ്. അവേഴ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ ഓൾറെഡി ഇത്രയും വലിയ സിനിമകളിലും പ്രോജക്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് അവരെ ബോദർ ചെയ്യുന്നതിലും ഒരു ലിമിറ്റേഷൻ ഉണ്ട് അല്ലേ. വാട്ട് ഐ ഹാവ് ടു ആസ്ക് ഇസ്, ഷാരോന്റെ വിഷൻ തന്നെയായിരുന്നു ഈ സൗണ്ട് ഡിസൈനും മ്യൂസിക്കും എല്ലാം വന്നത്? ആർ യു ടോട്ടലി ഹാപ്പി അബൌട്ട് ഇറ്റ്, ഓർ ഡിഡ് യു ഫീൽ ലൈക്ക് ഒരുപാട് ലൈക്ക് കറക്ഷൻസ് ആൻഡ് ലൈക്ക് വീണ്ടും സജഷൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് പോയി ആണോ ഈ ഫൈനൽ ഔട്ടിലെത്തിയത്? ഇല്ല, ഞാൻ പറയണമെങ്കിൽ ഞാൻ ഇത് സ്ക്രിപ്റ്റ് എന്താണോ ഞാൻ വിശ്വസിച്ചത് എന്താണോ അതിനെക്കാട്ട് ഗംഭീരമായ വിഷയമാണ് എനിക്ക് വന്നേക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ റെഫറൻസ് കുറേ സൗണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താണോ ഞാൻ വിചാരിച്ചത് അതിൻ്റെ മോർ ദാൻ ഡബിൾ ഔട്ട്കം വന്നിട്ടുണ്ട് ഫ്രം ദ സ്ക്രിപ്റ്റ്, വിഷ്വൽസും സൗണ്ടും എല്ലാം. സോ അത് എനിക്കും പറയാനുണ്ട്. കാരണം ഈ ആദ്യം മുതലേ നിർമ്മല പറയുന്നുണ്ടായിരുന്നു അളിയ മിക്സിങ് വന്നു കഴിയുമ്പോൾ മാറും. അപ്പൊ ഞാൻ വയ്ക്കുന്നുണ്ട് എന്തോ മാറാനാ, നമ്മളീ എടുത്ത് വെച്ചിരിക്കുന്ന സാധനം അല്ലാതെ അതിൽ നിന്ന് എന്തോ മാറാനാ, അത് ഇത്ര അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇവ പറയുന്നുണ്ട് ഇല്ലടാ അത് മാറും, ഡിസൈനും മിക്സിങ് കഴിയുമ്പോൾ സാധനം മാറും. അപ്പോൾ ഒരു ദിവസം ഇതായി ഫൈനൽ മിക്സ് ആയി എന്ന് പറഞ്ഞൊരു സാധനം അയച്ചു തന്നു. അപ്പം ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് കണ്ടു നോക്കാന്ന് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് കാരണം ഓൾറെഡി നമുക്ക് അതറിയാം, 10 മിനിറ്റ് കണ്ടിട്ട് നിർത്താമെന്ന് വിചാരിച്ചു. ഇതിന്റെ സൗണ്ട് ഡിസൈനും മിക്സും അങ്ങ് എന്നെ ഇന്നാക്കി. ഞാൻ മൊത്തം കണ്ടിട്ട് എനിക്കങ്ങ് ഭയങ്കര സന്തോഷം. അപ്പോൾ എല്ലാവരും ഉറങ്ങുക, രാത്രിയായി. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പം ഞാൻ ഇങ്ങനെ മറ്റേ ജേഴ്സിയിലെ പോലെ മറ്റേ അലക്കത്തില്ല, അതിന് പകരം ഞാൻ യെസ് ഭയങ്കര സന്തോഷമായി. കാരണം ഒരിക്കലും നമ്മൾ വിചാരിക്കുന്നില്ല അപ്പം ഇത്രയും ഇതിന് ചെയ്യാൻ പറ്റും. മീൻസ് നമ്മൾ ചെയ്യേണ്ടത് മര്യാദയ്ക്ക് ചെയ്യുവാണെങ്കിൽ ബാക്കി ചെയ്യാനായിട്ട് അറിയാവുന്നവരുണ്ട് എന്ന് മനസ്സിലാക്കി തന്നതാണ് ഈ പരിപാടി. ഒരുപാട് സീൻസിനെ നന്നായിട്ട് എലവേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. നമ്മൾ ആദ്യത്തെ ഇത് റോ ഫയൽ വെച്ച് കണ്ട് ഫസ്റ്റ് എഡിറ്റ് തൊട്ട് ഇപ്പത്തെ ആ ഫൈനൽ ഔട്ട് വരെ കാണുമ്പം അതൊരു വലിയ ജേർണി ആയിട്ട് തോന്നും. വലിയൊരു ഗ്രോത്ത് ആണ് ആ പടത്തിന്റെ അല്ലേ. ഒരുപാട് ഇമോഷൻസ് ഒക്കെ നമുക്ക് കണക്ട് ആവാൻ പറ്റിയതും മ്യൂസിക് ലൈക്ക് ഇറ്റ്സ് ഇൻക്രെഡിബിൾ. മ്യൂസിക്കും ഒരു ആർട്ടാണ്. ലൈക്ക് വെൻ ആർട്സ് കം ടുഗെദർ ലൈക്ക് അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ഈ ഷോർട്ട് ഡിവിഷനൊക്കെ എത്ര സമയം എടുത്തു? ഐ മീൻ പ്രീ പ്രൊഡക്ഷൻ, ലൈക്ക് ലെറ്റ്സ് സേ പ്രീ പ്രൊഡക്ഷൻ തുടങ്ങിയത് ഷൂട്ട് തുടങ്ങിയത് ഒരേ ദിവസം ഷോർട്ട് ഡിവിഷൻ ചെയ്തിരുന്നല്ലോ. ഷാരോൺ ഓൾറെഡി ബേസിക്കലി ഷോർട്ട് ഡിവിഷൻ പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കൂടുതലും എന്താ പറയാ ഒരു റൺ ആൻഡ് ഗൺ പരിപാടി ഇപ്പൊ ആവാസവ്യൂഹം ചെയ്ത് പരിചയമുള്ളതുകൊണ്ട്, ആവാസവ്യൂഹത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നമ്മൾ ചെറിയ ക്യാമറ വെച്ച് റൺ ആൻഡ് ഗൺ പരിപാടിയായിരുന്നു കൂടുതലും. പക്ഷെ അത് എത്രത്തോളം അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കന്ന് മനസ്സിലായി. ഈവൻ അതിൻ്റെ ആണെങ്കിലും ഇപ്പം IFFK തിയേറ്ററിൽ ഔട്ടൊക്കെ വന്നപ്പം ഇത്രയും ക്വാളിറ്റിയിൽ നമുക്ക് ഈ ഒരു ചെറിയ ക്യാമറയിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ എങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും. പിന്നെ തിയേറ്റർ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഭയങ്കര ഒരു ഹൈ ആയിരുന്നു IFFK ഫുൾ പാക്ഡ് തിയേറ്ററിൽ. ഫുൾ പാക്ഡ് പോലെ എന്ന് വെച്ചാൽ ആ തിയേറ്ററിൽ ലിമിറ്റിന്റെ ഡബിൾ ആൾക്കാരുണ്ടായിരുന്നു. ഈവൻ ഞങ്ങൾ നിലത്തൊക്കെ ഇരുന്ന് കുറേ പേര് നിലത്തിരിക്കുന്നു. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ഷോ കഴിഞ്ഞത്. സോ ആ ഒരു വർക്ക് ഫ്ലോ പരിപാടിയാണ് ഞാൻ ഇതിലേക്ക് പിടിക്കാൻ ശ്രമിച്ചത്. എന്ന് വെച്ചാൽ നമുക്ക് മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ട് ഇവരുടെ റോ പെർഫോമൻസസ് കിട്ടുന്ന രീതിയിൽ എങ്ങനെ പോവാം എന്നുള്ള പരിപാടിയാണ് നമ്മൾ നോക്കിയത്. ഒരു പുതിയ ലെൻസ് വന്നിരുന്നു, ഒരു സിനിമ ലെൻസ് വിത്ത് ഓട്ടോ ഫോക്കസ്. ഇപ്പം നിർമ്മൽ എന്നാൽ ട്രൈ ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് കുര്യാക്കോസിന് ടെസ്റ്റ് അടിക്കാൻ പോകുന്ന ബാരിക്ക് കിട്ടും. അങ്ങനെ ബാരിക്ക് കുര്യാക്കോസ് നീ ഏകദേശം ഒരു നീല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വാ, നമുക്ക് ചുമ്മാ കറങ്ങാൻ പോകുന്നു പറഞ്ഞു. ഇവനെ കൂട്ടി അവൻ അങ്ങോട്ട് നടന്നു ഇങ്ങോട്ടും നടന്നു, ട്രെയിനിൽ നടന്നു. നിർമ്മൽ കൊണ്ടേ കുറേ ഫ്രെയിമൊക്കെ വെച്ചു. സാധനം വന്നപ്പോൾ ഞങ്ങൾക്കത് കളയാൻ പറ്റുന്നില്ല. അവസാനം ഞങ്ങൾ പാട്ടിൽ ആ ഷോർട്സിൽ നമ്മൾ കയറ്റി സാധനം. അപ്പോൾ ഞങ്ങൾ ചുമ്മാ പടം തുടങ്ങാൻ വേണ്ടി ഇരുന്നതല്ല, ടെസ്റ്റ് അടിക്കാൻ വേണ്ടി പോയതാണ് പറഞ്ഞു കഴിഞ്ഞാൽ. ഷൂട്ട് പിന്നെ പ്ലാൻ ചെയ്തത്. പക്ഷേ അവസാനം പടം വന്നപ്പോൾ ടെസ്റ്റാണ് നമ്മുടെ ഫസ്റ്റ് ഡേ ആയിട്ട് അങ്ങ് പോയി, ഓട്ടോമാറ്റിക് സ്റ്റാർട്ടായി പോയി അങ്ങ് സാധനം. ഏകദേശം ഈ സമയത്തല്ലേ തുടങ്ങിയത്? മെയ് കഴിഞ്ഞ വർഷം. തണുപ്പൊക്കെ മാറി വന്ന സമയത്താണ്. ഫ്രെയിംസ് വെക്കുന്നതിൽ നിർമ്മൂസ് ഞാൻ ഇത്രയും വേറൊരാളെ ഞാൻ ഇത് പറയാൻ കണ്ടിട്ടില്ല. പെർഫെക്ഷൻ അങ്ങനെ ഹി വോണ്ട് സെറ്റിൽ ഫോർ ലെസ് അല്ലേ. ആ ഒരു ആപ്റ്റ് സാധനം പുള്ളി നമ്മൾ വിഷൻ ചെയ്ത സാധനം കിട്ടി. സൂര്യൻ പൊന്തി കഴിഞ്ഞാൽ പുള്ളി ക്യാമറ ഓഫ് ആക്കും. കമോൺ പോവാന്ന് പറയും. ക്ലൗഡ് വരട്ടെ എന്ന് പറയും. അപ്പൊ ക്ലൗഡ് ക്ലൗഡ് ഓക്കെയാണ്, പക്ഷെ മൂടിയാണ്. ഇച്ചിരി സണ്ണ് ഇച്ചിരി ക്ലൗഡ്. ഇവന്റെ സൂര്യൻ വന്ന് എപ്പോ ഷൂട്ട് തീർക്കാനാടാ എന്ന് നോക്കിയായിരുന്നു. ഓർക്കുന്നില്ലേ നമ്മുടെ ഇൻഡോർ ഷൂട്ടില് വേഗം എടുത്ത് സൂര്യൻ ഇപ്പൊ വരും നമ്മുടെ സൂര്യൻ മൂവി എന്ന് നോക്കിയിരിക്കുന്നു. ഇങ്ങനെ നോക്കും. പിന്നെ നൈറ്റ് ഷോട്ട്സ് പോയി കഴിഞ്ഞാലും നൈസായിട്ട് സെറ്റ് ചെയ്യാൻ അറിയാം. മെയിൻ അതെ സത്യം. നൈറ്റ് ഷോട്ട്സ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഈവൻ CNEന്റെ നമ്മുടെ പ്രീമിയർ കഴിഞ്ഞിട്ട് കുറച്ച് പേര് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു
ഐ തിങ്ക് സോജു ചേട്ടൻ എന്ന് തോന്നുന്നു, ഹീസ് ഓൾസോ സിനിമാറ്റോഗ്രാഫർ, ലൈക്ക് വീഡിയോഗ്രാഫർ, ഫോട്ടോഗ്രാഫർ. അപ്പം എങ്ങനെ നിങ്ങൾ CNE പോയിട്ട് ഇത്ര കാഷ്വലായിട്ട് എടുത്തിട്ടുണ്ട്? നിങ്ങൾ അവിടെ ലൈറ്റ് വെച്ചിട്ടാണ് ചെയ്തത്. ഇതെങ്ങനെ ഇത്ര കാഷ്വൽ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത്? അവിടെ ഒരു ശരിക്കും പറഞ്ഞ ഒരു 3 ട്രക്ക് ഫുൾ ലൈറ്റ് യൂണിറ്റും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പ്രൊഡക്ഷൻ ഭയങ്കര റിച്ച് ആയതുകൊണ്ട് അതെ ആ സെറ്റ് ഫുൾ നമ്മൾ ഇട്ടു. അത് ഞങ്ങൾ ഗവൺമെന്റിനോട് പറഞ്ഞ് ഞങ്ങൾക്കൊരു സെറ്റ് വേണം. 3 സ്ട്രീറ്റോളം നമ്മൾ ബ്ലോക്ക് ചെയ്തായിരുന്നു. പിന്നെ അതിന് മാത്രം ഞങ്ങള് ഐമാക്സ് ക്യാമറാസ് ഒക്കെ rent എമ്പുരാൻ, എമ്പുരാൻ, എമ്പുരാൻ. എല്ല് കിട്ടാത്തോണ്ട് CNE വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ട്രക്കല്ലേ? ഓക്കെ. ബ്രില്യൻസ് ഒന്നും പറയാനില്ല. മിസ്റ്റർ രാജു സർ, നമുക്ക് അത് കോപ്പിറൈറ്റ് അടിക്കരുത്. നമ്മളിത് പേഴ്സണൽ എക്സൈറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ അതൊക്കെ വിട്ടിട്ട് ഞാൻ ഇറങ്ങി വന്നപ്പോൾ ഒത്തിരി പേര് പലതും നല്ലതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിലെനിക്ക് ഒരാൾ പറഞ്ഞ സ്വരൂപ് എന്തോന്ന് പറഞ്ഞ്, സ്വരൂപ് ഇളവൻ എന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞൊരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇത് കണ്ടിറങ്ങി വന്നപ്പം എനിക്കൊരു മോട്ടിവേഷൻ, ഒരു ഇൻസ്പിറേഷൻ കിട്ടിയെന്ന് പറഞ്ഞു. അതായത് എനിക്കൊരു ഷോർട്ട് ഫിലിം ചെയ്ത് ഇങ്ങനെ സ്ക്രീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും പേര് ഇവിടെ വരും, ഇത്രയും പേര് ഇതിരുന്ന് കാണും എന്നൊരു ഇൻസ്പിറേഷൻ. ഇതാണല്ലോ നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ വിനീത് ശ്രീനിവാസൻ അന്ന് ഡ്രൈവ് ചെയ്ത് അത് കഴിഞ്ഞ് പിന്നെ ഓരോ സിനിമകൾ കാണുമ്പോഴും നമ്മളിങ്ങനെ ഇതിങ്ങനെ കൈമാറിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇത് വന്നു, ഷാരോൺ ചെയ്ത ഷോർട്ട് ഫിലിം കൊണ്ട് സ്വരൂപിന് ഇങ്ങനെ ഒരു സാധനം വന്നു. അത് അവിടെ വന്നിട്ടുള്ള പലർക്കും വന്നിട്ടുണ്ടാവും. ഇതാണ് ആക്ച്വലി നമ്മൾ സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന നല്ലൊരു സിനിമ കണ്ട് മറ്റൊരാൾക്ക് ഇൻസ്പയർ ആയി സിനിമ ഇങ്ങനെ കണ്ടിന്യൂ ആയിക്കൊണ്ടേ ഇരിക്കണം. അതെനിക്ക് അവിടെ വെച്ച് ഭയങ്കരമായിട്ട് കണക്റ്റായി. അതാണ് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ ഇതൊരു ഫുൾഫിൽ ആയതുപോലത്തെ ഒരു ഫീല് ആ പുള്ളി അത് പറഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. So sweet. എല്ലാവരും പറഞ്ഞൊരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു ചേട്ടൻ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളി വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും ലൈക്ക് നമ്മൾ മലയാളി കുട്ടികളാണ് എന്ന് കണ്ട് ഇങ്ങനെ ഈ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ട് വരുന്ന ആൾക്കാർ, അപ്പം അവരെയൊക്കെ ഒത്തിരി റിലേറ്റ് ചെയ്ത് പറ്റിയെന്ന് പുള്ളി പറഞ്ഞപ്പം അത് ഒത്തിരി സന്തോഷം തോന്നിയില്ല. മെയിനായിട്ട് ഒരു കാര്യം കൂടി പറയാനുള്ളത്, ആരും എൻ ക്രെഡിറ്റ്സ് എഴുതി കാണിക്കുമ്പോൾ പെട്ടെന്ന് നിർത്തരുത്, അതിൻ്റെ ബാക്കി കുറച്ചുകൂടെ വരുന്നുണ്ടല്ലോ, ഇതിൽ കൊടുക്കുന്നുണ്ടല്ലോ ഒരു ടൈലന്റ് ഉണ്ട്, എല്ലാരും അത് മിസ് ചെയ്യരുത്. ഷാരോൺ അവിടെ മെയിൻ വേഗം വന്നു കഴിഞ്ഞിട്ട് ആരും കഴിഞ്ഞിട്ട് പോരുത്, തീർന്നിട്ടില്ല, ഇനി വരാനുണ്ട്. എന്താ സംഭവം എനിക്കിത് മനസ്സിലാവുന്നില്ല പെട്ടെന്ന്. എനിക്കറിയില്ലായിരുന്നു. ഞാനും ഫസ്റ്റ് ഇല്ല, ഞാൻ തിയേറ്ററിൽ വെച്ചാണ് ആ ഒരു ഫസ്റ്റ് കട്ട്. ഇല്ല എനിക്ക് അപ്പൊ ഞാൻ വിചാരിച്ച ഓ മൈ ഗോഡ് ഇനി വല്ല സെക്കൻഡ് പാർട്ടും എല്ലാം വരുന്നുണ്ടോ. അപ്പൊ ഞാൻ വിചാരിച്ച അന്നേരം ഞാൻ വിചാരിച്ചൊരു കാര്യം ഇത് തന്നെ. ഇപ്പൊ ഫസ്റ്റ് പാർട്ടില് മറ്റേ ലൂസിഫറിന്റെ ഫസ്റ്റ് പാർട്ടില് വിവേക് ഒബ്രോയ് മരിച്ചതുകൊണ്ടാണല്ലോ പുള്ളിയെ സെക്കൻഡ് പാർട്ടിൽ എന്തായാലും ഇല്ല. ആകെയുള്ളൊരു സമാധാനം ഞാൻ എന്തായാലും മരിച്ചിട്ടില്ല. അഥവാ സെക്കൻഡ് പാർട്ട് വരികയാണെങ്കിലും എന്തേലും ഒരു സൈഡിൽ ഉണ്ടാവുമല്ലോ എന്നുള്ളൊരു ക്യാരക്ടർ നോക്കുമ്പോ അങ്ങനെ നോക്കി ചൂസ് മരിക്കാത്ത ക്യാരക്ടർ. അതെല്ലാവർക്കും ഒരു ക്യാരക്ടർ ചൂസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു പടായിരിക്കും. അടിപൊളി. എനിക്ക് കൂടുതൽ കിട്ടിയ റിവ്യൂ ഇത് ലൈക്ക് ഭയങ്കര നാച്ചുറൽ ആണെന്നാണ് എല്ലാവരും. ഒട്ടും അഭിനയമാണോ എന്ന് ചോദിച്ചാൽ അഭിനയമാണ്, പക്ഷെ അത് ഭയങ്കരമായിട്ട് ആക്ടിങ് എന്നുള്ള രീതിക്ക് തോന്നണില്ല എന്ന് കുറെ പേര് പറഞ്ഞു. അതേമാതിരി തന്നെ ലൈക്ക് ഒരു നാച്ചുറൽ ഇപ്പൊ ഇതേ പറഞ്ഞ റിലേറ്റബിൾ ആവാൻ കാരണം ദാറ്റ് ഫെൽറ്റ് ലൈക്ക് വി വർ വൺ ഓഫ് ദം എന്നുള്ളൊരു സംഭവം. അതേമാതിരി തന്നെ ഈ പറഞ്ഞ മാതിരി ഇങ്ങനെയും പറഞ്ഞു, ഈ റോള് വൃത്തികേടായി ചെയ്യാനും എൻ്റെ മാത്രമല്ല എല്ലാവരുടെയും അത് ദി ഓപ്പോസിറ്റ് വേ പോകാനും എളുപ്പമാണ്, ഓവറാക്കി ചെയ്താൽ അല്ലെങ്കിൽ ആ റിലേറ്റബിലിറ്റി പോയി കഴിഞ്ഞാൽ. അപ്പോൾ അതൊരു വലിയ റിവ്യൂ കിട്ടിയത്. ഇറ്റ് വാസ് എ ഗുഡ് ബാലൻസ്. എല്ലാവരും കൊടുക്കേണ്ടടുത്ത് ഇമോഷൻ കൊടുത്തു, ബാക്കിയുള്ളിടത്തും ന്യൂട്രൽ. നമ്മൾ ഡേ ടു ഡേ ഭയങ്കര ഡ്രമാറ്റിക് ഒന്നും അല്ലല്ലോ, ഈ പറഞ്ഞ മാതിരി ഒരു നാച്ചുറൽ ഓക്കെ ഇങ്ങനെയാണ് സംഭവം എന്നുള്ളൊരു ഇത്. ഞാൻ പറയണോ? അതെ പറയണം. ചെറുതായിട്ടൊരു ഉറക്കമൊക്കെ ഇപ്പത്തെ ലുക്കും ആക്ച്വലി സിനിമയിലുള്ള ലുക്കും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. പക്ഷെ ഇതാണത് റെക്കഗ്നൈസ് ചെയ്തില്ലെന്ന് കണ്ടിരുന്നു. എനിക്കും സെയിം കാര്യം പറ്റി. ഞാൻ രാവിലെ കയറി വന്നപ്പോ ഇതേപോലെ തന്നെ ദൂരേന്ന് ഒരു പുള്ളി ചിരിച്ചോണ്ട് ഓടി വരുന്നു. ഇതാരേ വെറുതെ എനിക്ക് മനസ്സിലാവണില്ല ശരിക്കും. ലിറ്ററലി എനിക്ക് സൈഡ് പ്രൊഫൈൽ കൊടുക്കും ചൊവ്വിനോട് എവിടെയോ. എനിക്കിപ്പോ ശരിക്കും ഒരു തല്ലുമല വൈബാണ് എനിക്കും ഫീൽ ചെയ്യുന്നത്. തല്ല് കിട്ടാതെ നീ നോക്കി. ഞാൻ ഈ നടുക്കിരിക്കുന്നില്ല എന്ന് പറഞ്ഞതാ. നിങ്ങളെല്ലാം നടുക്കിരുത്തിട്ട് വട്ടത്തിലിട്ട് ആണല്ലേ? വട്ടത്തിലിട്ട് നോക്കുക. അതെ. അയ്യോ, ഈ ഒരു ക്യാരക്ടർ ചെയ്ത്
ആൾക്ക് OCD ഉണ്ട് എന്നുള്ളൊരു പരിപാടി ഷാരോൺ പറഞ്ഞപ്പോഴും എൻ്റെ മൈൻഡിലുണ്ട്. അപ്പം നമ്മുടെ മൈൻഡിൽ ആ ഒരു ലെവലിലാണ് നമ്മൾ പ്ലേ ചെയ്തത്. അപ്പോൾ ക്യാരക്ടറിനെ എന്താ പറയുക, കുറച്ച് നോട്ടീസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആൾക്ക് എന്തെങ്കിലും ഒരു സ്പെസിഫിക് പരിപാടി കൊടുക്കണം. അപ്പോൾ പുള്ളിക്ക് ഒരു സട്ടിലായിട്ടുള്ള ഒരു പരിപാടി ചെയ്യുക എന്നുള്ള ഒരു പരിപാടിയാണ് ഞാൻ പിടിച്ചത്. മീൻസ് അങ്ങനെയാണ് മെത്തേഡ് ആക്ടിങ് ഇല്ല, മെത്തേഡ് മാത്രം. ബിഹേവിങ് ആക്ടിങ് അല്ലല്ലോ. അത് കഴിഞ്ഞിട്ട് എന്താണ്, ഇപ്പോൾ ഇന്ന് റിവ്യൂ പറഞ്ഞ കുറേ ആൾക്കാർ പറഞ്ഞു ബ്രോ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം ആണോ ചെയ്തതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നതിൻ്റെതായിട്ടുള്ള ചെറിയ പാളിച്ചകൾ ഉണ്ടാവും, ഉറപ്പാണ്. അത് അല്ല, അങ്ങനെ എനിക്ക് തന്നെ ഒരു തോന്നൽ. ഏത് വിനയം? കുറച്ച് വിനയം കുറച്ച് മതി. കുറച്ച് മതി. ബട്ട് സ്റ്റിൽ എല്ലാവരും നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. സോ ഐ എം വെരി ഹാപ്പി വിത്ത് ദ ക്യാരക്ടർ ആൻഡ് വിത്ത് ദ റെസ്പോൺസ്. പിന്നെ ഇത് എന്താ പറയുക, തിയേറ്ററിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ചില സ്ഥലങ്ങൾ വരുമ്പോൾ നമ്മൾ മറ്റേ ആൾക്കാരൊക്കെ, നമ്മുടെ അടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ നോക്കുമല്ലോ. ഞാനതാ ഫ്രണ്ടിൽ പോയിരുന്നു, എനിക്ക് ഇതൊന്നും കാണാനും കേൾക്കും വേണ്ട. ആക്ച്വലി എനിക്കും ഏറ്റവും ബാക്കിൽ ഇരിക്കണമെന്നായിരുന്നു. പക്ഷെ എൻ്റെ കൂടെ വന്ന ഫ്രണ്ട്സ് പറഞ്ഞു നമുക്ക് നടുക്കിരിക്കാം. എന്നെ നടുക്ക് പെടുത്തി കളഞ്ഞു. പിന്നെ ഞാൻ ഓക്കെ എക്സ്പീരിയൻസ് കിട്ടി. അപ്പൊ നമുക്ക് കറക്റ്റ് ഒരു റിവ്യൂ കിട്ടും, എന്താണ് മീൻസ് എങ്ങനെയാണ് മൊത്തത്തിലുള്ള ഒരു പരിപാടി. നമുക്ക് ഏത് സൈഡിൽ നിന്നാണ്, ബാക്കി തെരുവിളില്ല. ഇപ്പൊ ഓരോ നമ്മുടെ ക്യാരക്ടേഴ്സ് വരുമ്പോഴും കൈകളികൾ വരുന്നത് നമുക്ക് കറക്റ്റ് നമുക്ക് ഓരോ ക്യാരക്ടേഴ്സ് വരുമ്പോഴും സ്ക്രീനിൽ വരുമ്പോഴും എന്താണ് അവർക്ക് ഓഡിയൻസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന റെസ്പോൺസ് ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ ആൻഡ്രൂവിന്റെ ക്യാരക്ടർ വന്നപ്പോഴാണെങ്കിൽ തന്നെ അന്നേരം തന്നെ തിയേറ്ററിൽ പിന്നെ ആൻഡ്രൂ തൂക്കി ആ സെക്കൻഡ് ഹാഫ് വന്നപ്പോഴത്തേക്ക് ആൻഡ്രൂ തൂക്കി. അപ്പൊ ദിസ് ഈസ് ടീം ബിബിൻ ജോയ് ഫുൾ ഓഫ് ജോയ് സൈനിങ് ഓഫ്. എല്ലാവരും യൂട്യൂബിൽ പോയി കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഭാവി മലയാള സിനിമയിൽ ഈ മുഖങ്ങളെല്ലാം കാണാൻ സാധിക്കട്ടെ. സൈഡിലൂടെ സൈഡ് ഞാനും. ലൈൻ കട്ട്